എല്ലാവരും ദൈവസന്നിധിയിലിരുന്നാട്ടെ. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഉപവാസത്തിൻ്റെ ദിവസങ്ങളാണ്, തീരുകയല്ല, വീണ്ടും തുടങ്ങിയാണെന്നറിഞ്ഞതിൽ സന്തോഷം. ഉപവാസത്തിനൊരു വ്യത്യാസം വരുത്തുന്നതിൽ ഇനി അത് അടുത്ത തലമുറ അത് പിന്തുടരട്ടെ. ഡിസംബറിൽ ഉപവാസം ജനുവരിയിലോട്ട് മാറ്റട്ടെ. കർത്താവ് സഹായിക്കട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ നടുവിൽ നിൽപ്പാൻ സർവ്വശക്തനായ ദൈവം തുറന്ന എല്ലാ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്തുവിൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ ഷാജൻ ബാഷ് ഖത്തർദാസി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തന്നോടൊപ്പം ഈ സഭയ്ക്കകത്ത് ചുമൽ കൊടുത്ത് നിൽക്കുന്ന എല്ലാ വാത്സല്യമുള്ള മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ വന്ദനത്തെയും സ്നേഹത്തെയും അറിയിക്കുന്നു. എനിക്കറിയാം, ഡെലിവറൻസ് ചർച്ചിനകത്ത് ഞാൻ പ്രത്യേകിച്ച് പുതിയതൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഫുഡാണ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടേക്ക് വരാൻ വേണ്ടി ധ്യാനിച്ചപ്പോൾ കിട്ടിയൊരു വചനമല്ല ഞാൻ പറയുന്നത്. എൻ്റെ അകത്ത് 2021 ദൈവം എൻ്റെ അകത്ത് പ്രകാശിപ്പിച്ച ഒരു ദൈവത്തിൻ്റെ വചനം ഇവിടുന്ന് ഇത് പറയണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട്, ഞാൻ ആത്മാവിൽ എനിക്കതൊരു പ്രേരണയുള്ളത് കൊണ്ട് ആ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്ന, അല്പം പോലും സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല, ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. യോബിൻ്റെ പുസ്തകം 14 അധ്യായം 7, 8, 9 വാക്യങ്ങൾ. ഏത് കൊച്ചു കുഞ്ഞിനും കാണാതറിയാവുന്ന ഒരു പദമാണ്. യോബിൻ്റെ പുസ്തകം 14 അധ്യായം 7, 8, 9 വാക്യങ്ങൾ ഒരാൾ ശബ്ദം ഉയർത്തി വായിക്കണം. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും. നോട്ട് ചെയ്യണേ, വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും. അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കയില്ല. അതിന്റെ വേർ നിലത്തു പഴുകിയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും. 3 പദങ്ങൾ അതിനകത്ത് നോട്ട് ചെയ്യണം. 1, വെട്ടിയാൽ കിളിർക്കും. 2, പഴകിയാലും കെട്ടുപോയാലും എഴുന്നേറ്റ് വരും. നിങ്ങൾ എത്ര പേർക്ക് സന്തോഷമുണ്ട് ആ വാക്യം കിട്ടിയതിനകത്ത്? യോബിന്റെ പുസ്തകം 14 അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ആ വാക്യം വായിച്ച്. യെശയ്യാപ്രവചനം 6 അധ്യായം അതിന്റെ അവസാനത്തെ പദം ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കും. യെശയ്യാപ്രവചനം 6 അധ്യായം അവസാനത്തെ വാക്യം. എങ്കിലും യെശയ്യാപ്രവചനം 6 അധ്യായം അവസാനത്തെ വാക്യം 13. എങ്കിലും കരിമരവും കരുവേലവും വെട്ടിയിട്ടാൽ അവയുടെ കുറ്റി ശേഷിച്ചിരിക്കുന്നത് പോലെ വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി ശേഷിക്കും. ആ വാക്യത്തിനകത്ത് 2 കാര്യങ്ങൾ നോട്ട് ചെയ്യുക. വെട്ടിയാൽ ശേഷിക്കും. ഈ 2 പദത്തിനകത്തും പരിശുദ്ധാത്മാവ് ആഴത്തിൽ എഴുതി വെച്ചൊരു പദം ഇതാണ്: വെട്ടിയാലും പദ്ധതിയുള്ളവൻ എഴുന്നേറ്റ് വരും. ആമേൻ, ആമേൻ. എൻ്റെ അകത്ത് ഈ വചനം വന്നപ്പോൾ എനിക്ക് ഒരു കാര്യം അറിയാം. ദൈവം ഇതിനകത്ത് ആരെയൊക്കെയോ ഇന്ന് പകലിൽ അസാധാരണമാം വിധം ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകലിൽ, ഞാൻ തുടക്കത്തിൽ ഒരു പദം പറഞ്ഞു വിടാം, പിശാചും മനുഷ്യനും ഒരുമിച്ച് വെട്ടിയതെല്ലാം പൊട്ടിക്കിളും. ഞാൻ ഡെലിവറൻസിനകത്ത് ആദ്യമേ ആ വചനം ഞാൻ ഉരുവിടുന്നു. പിശാചും മനുഷ്യനും ഒരുമിച്ച് വെട്ടിയതെല്ലാം ഷാജൻ പാസ്റ്ററെ, ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് കേറി വരുമ്പോ ദൈവം എന്നോട് പറഞ്ഞു, 3.5 ഏക്കർ നിനക്ക് ദൈവം എഴുതാൻ പോവാ. അതിൽ കുറയത്തില്ലെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. നീ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് എന്നോട് ദൈവം പറയുന്നു, മനുഷ്യനും പിശാചും ഒരുമിച്ച് വെട്ടിയ ചിലത് ഇന്ന് പകലെ ഇതിനകത്ത് പൊട്ടിക്കിളിർത്ത് ഞാന് ഭാഷനോടൊരു ടൈം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആ ടൈം നിർത്താൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ വണ്ടി ഓടിച്ചിട്ട് ഇവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ദൈവാസനെ വിളിച്ച്, ദൈവാസന എത്തുമോന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഫുഡ് അടിക്കാതാ വന്നത്. പക്ഷെ അകത്തെ ഫുഡ് സ്ട്രോങ് ആണ്. ഈ യേശുവിനെ പരീശന്മാർ യേശുവിന്റെ പുറകിന് നടന്നത് എന്തിനാണെന്നറിയാവോ? അവന്റെ വാക്കിൽ കുടുക്കാനാ. പരീശന്മാർ യേശുവിന്റെ പുറകിന് നടന്നത് എന്തിനാ? അവന്റെ വാക്കിൽ കുടുക്കാനാ.
എന്ന ഒരു 12 എണ്ണം യേശുവിന്റെ പുറകിന് നടന്നു. വാക്കിൽ കൊടുക്കാനല്ല, വാക്കിനെ പിടിക്കാൻ. ഇന്ന് പകലിൽ എന്റെ ജനം ഒരു നാളും ലജ്ജിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ആ വാക്കിനെ നീ ഇന്ന് പകലിൽ വിഴുങ്ങണം. ഞാൻ മെസ്സേജിന്റെ തുടക്കത്തിൽ തന്നെ ഒരു പ്രവാചക ശബ്ദം ഞാൻ പറയാം. വെട്ടിയത് ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ നീ പൊട്ടിക്കിളിർക്കുന്ന സീസണ. വെട്ടിയത് എന്തെങ്കിലും ഈ പകലിൽ ഇതിനകത്തുണ്ടെങ്കിൽ നീ ശേഷിപ്പോടെ എഴുന്നേറ്റ് വരുന്ന സീസണ. ഞാൻ ആത്മാവിൽ കാണുന്നല്ലോ, കോട്ടയത്ത് വെട്ടുകിട്ടിയ ചിലത്, ഏതൊക്കെയോ ദേശത്ത് വെട്ടുകിട്ടിയ ചിലത് ഇന്ന് പകലിൽ പൊട്ടിക്കിളിർക്കുന്ന ഒരു സീസന്റെ കാറ്റ്. എനിക്കറിയാം, നിങ്ങളെപ്പോലെ റിസീവ് ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇതുപോലെ റിസീവ് ചെയ്യുന്ന ഒരു കൂട്ടത്തെ കണ്ട ജോഷുവ ജനറേഷനില. പക്ഷെ രാജേഷ് മാത്യുവിന്റെ ചർച്ചില ഒരു വാക്ക് പറഞ്ഞാൽ മതി, നമ്മളെ കൊണ്ട് 10 പറയിപ്പിക്കും. ഒരു അസാധാരണ ചർച്ചാണ്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ അതാ പക്ഷെ കാണുന്നത്. അങ്ങനത്തെ പാർക്കിങ്, അങ്ങനത്തെ സെറ്റപ്പ്. ജോഷുവ ജനറേഷൻ കണ്ടിട്ടുള്ള ഒരു കരങ്ങൾ ഉയർത്തിയേ. അതൊരു വേറെ റേഞ്ചാ, കേരളത്തിലെ വേറെ റേഞ്ചാ. ഷാജൻ പക്ഷെ പ്രാർത്ഥിച്ചോ, റേഞ്ച് മാറുകയാ. സത്യത്തിൽ നിങ്ങളോട് ഇരിക്കാൻ പറയണമെന്നാണ് എനിക്ക്. പക്ഷെ നിങ്ങൾ ഇരിക്കണം, എന്നാലും എനിക്ക് 2 കാര്യം പറയണം. നിങ്ങൾ ഇരിക്കും, നമുക്ക് എഴുന്നേക്കാം. കാരണം ഞാൻ ഇന്നലെ ഞാനിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ട് ഷാജൻ ഭാഷ പറയുന്നൊരു പദം ഞാൻ കേട്ട്, മരിച്ചവർ ചോദ്യങ്ങളായിരുന്നു. ചോദ്യം കഴിഞ്ഞാൽ പിന്നെ ആൻസറാ. ചോദ്യം കഴിഞ്ഞ ആൻസറാ. ഒരു ചോദ്യം ഉണ്ടെങ്കിൽ ഓർത്തോണം, അതിനൊരു ആൻസർ ഉണ്ട്. കാരണം ഞാൻ പൊട്ടിക്കിളിർത്തവനാ. ഈ ഏത് അച്ചാച്ചന്മാര് വെട്ടിയാലും പ്രാർത്ഥിക്കുന്നവൻ അഭിഷേകം ഉള്ളവൻ പൊട്ടിക്കിളിർക്കും. നിങ്ങൾ എന്നെ പ്രസംഗിപ്പിക്കത്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് പോവാ. ഈ 2 വാക്യം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇതൊരു പ്രൊഫറ്റിക്കൽ വേർഡല്ലേ. ഞാൻ കഴിഞ്ഞ സൺഡേ കൊട്ടാരക്കര ടിനി ജോർജ് പാസ്റ്റർ ചർച്ചിൽ പ്രസംഗിച്ചപ്പോൾ അവരോട് പറഞ്ഞൊരു പദമുണ്ട്. ഒരു വേർഡ് ഒരു അഭിഷക്തന്റെ അതരത്തിൽ നിന്ന് നിങ്ങളിലേക്ക് റിലീസ് ആകുമ്പോൾ നിങ്ങൾ ആ സെക്കൻഡിൽ ആ വേർഡിന്റെ പുറകിലെ ദൈവത്തിന്റെ ലക്ഷ്യം എന്താണെന്നറിയണം. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. യുദ്ധത്തിന് വേണ്ടി നിങ്ങളെ ഒരുക്കുന്ന വേർഡുകളുണ്ട്. യുദ്ധത്തിന് വേണ്ടി ചില സ്ഥലങ്ങളിൽ പരിച പോലെ നിർത്താൻ നിങ്ങളെ ഒരുക്കുന്ന വേർഡുകളുണ്ട്. ചിലതിനെ വെട്ടിപ്പിടിക്കാൻ, ചിലതിനെ വെട്ടിപ്പിടിക്കാൻ, ചിലതിനെ ഇടിച്ചു കളയാൻ, ചിലതിനെ പണിയാൻ. നിങ്ങളിലേക്ക് റിലീസാകുന്ന വേർഡിന്റെ പുറകിലെ ദൈവിക ലക്ഷ്യം. ഈ കളരി പഠിപ്പിക്കുന്ന ആശാന്മാർ ലാസ്റ്റ് അടവ് 18ാമത്തെ അടവെന്നാ അതിന് പറയുന്നത്. ഞാന് ഡെലിവറൻസിന്റെ 18ാമത്തെ അടവ് പറയാൻ പോവാ. ഇതിനപ്പുറത്ത് ഇനി ഒരു അടവുമില്ല. ലാസ്റ്റ് താക്കോല. നീ കേൾക്കുന്ന വചനത്തെ നീ അവിടം കൊണ്ട് കളയാതെ നിന്റെ വീട്ടിൽ അതിനെ ഡിക്ലെയർ ചെയ്യണം. നിന്റെ തലമുറയുടെ മേൽ ഡിക്ലെയർ ചെയ്യണം. നിന്റെ പട്ടണത്തിന്റെ മേൽ ഡിക്ലെയർ ചെയ്യണം.
അഭിഷക്തനെ, എന്നെ ഇന്ന് അമേരിക്കയിൽ നിന്ന് മാത്രം 9 കോളാ എനിക്ക് വന്ന രാവിലെ. ഷാജൻ ഭാഷ അവിടാണോ? ഷാജൻ ഭാഷ അവിടാണോ? എപ്പോഴും ശ്രദ്ധിച്ചോണം. ഞാൻ ഈ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിച്ച് ഇപ്പൊ ഞാൻ റിട്ടേൺ വായിക്കാൻ തുടങ്ങി. വെളിപ്പാടിൽ നിന്ന് ഉൽപ്പത്തിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആ യാത്ര ഇപ്പൊ ഇരമ്യാവിന്റെ പുസ്തകത്തിൽ നിൽക്കുക. ഇരമ്യാവിന്റെ പുസ്തകത്തിൽ ഞാൻ ആദ്യം വചനത്തെക്കുറിച്ച് 1-2 കാര്യം പറഞ്ഞിട്ട് വെളിപ്പാട് പ്രസംഗിക്കുക. കാരണം ബേസ്മെന്റിലെ പണി ഞാൻ സ്ട്രോങ് ആയിട്ട് അങ്ങ് പൊക്കോളും. ഞാൻ ഇരമ്യാവിന്റെ പുസ്തകം വായിച്ചപ്പോഴേ യഹോവയായ ദൈവം പറയാ, എന്റെ വചനം നിവർത്തീകരിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചുകൊണ്ടിരിക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ ഇന്ന് സാജൻ ഭാഷ ഇവിടെ എടുത്ത ആ വചനമുണ്ടല്ലോ, അത് നിവർത്തീകരിക്കുന്നിടം വരെ പുള്ളി ജാഗരിച്ചില്ലെങ്കിലും യഹോവ ജാഗരിക്കും. പറഞ്ഞ അരവിന്ദ് ജാഗരിച്ചില്ലെങ്കിലും ആ വചനത്തിന്റെ ഉടയവൻ ജാഗരിക്കും. നിന്റെ വീടിനകത്ത് നീ വിതച്ച വചനം നിവർത്തീകരിക്കാൻ യഹോവ ജാഗരിക്കും. ഞാൻ ചില പദങ്ങൾ എനിക്ക് ഭയങ്കര സ്വാതന്ത്ര്യം. ഞാനിപ്പം ഒത്തിരി മീറ്റിങ്ങുകൾക്ക് ഞാൻ പോവാറില്ല ഷാജൻ ഭാഷ. പണ്ടത്തെ പരിപാടി ഞാൻ നിർത്തി. ഈ ആഴ്ചകളിൽ മാത്രം ഞാൻ കുറച്ച് മീറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ മാസത്തിന്റെ ലാസ്റ്റ് ആഴ്ചകളിൽ കുറച്ച് മീറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് ഒരു കാര്യം മനസ്സിലായി, 100 മീറ്റിങ്ങിന് പ്രസംഗിക്കുന്നതിനെക്കാട്ടി നല്ലത് 10 മീറ്റിങ്ങിന് പ്രസംഗിക്കുന്നേ. കാരണം ഈ 2 വർഷം കോവിഡ് ഉണ്ടായപ്പോ ആരാ മെസ്സേജ് പറഞ്ഞേ? നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. 2 വർഷം കോവിഡ് വന്നു. ഞാൻ സൂമി പ്രസംഗിച്ചിട്ടില്ല. ഞാൻ മൊത്തത്തിൽ സൂമി പ്രസംഗിച്ച 13 മീറ്റിംഗ് 2 വർഷം കൊണ്ട് ഞാൻ പ്രസംഗിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ ലൈഫിന്റെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള മുഴുവൻ മിറക്കിൾ സംഭവിച്ചത് ഈ 2 വർഷത്തിലാണ്. ഞാൻ 14-ലധികം പ്രാവശ്യം ഇറങ്ങിയ രാജ്യങ്ങളുണ്ട്. പക്ഷെ എനിക്ക് അന്നൊന്നും നന്മകളൊന്നും പറയുന്നതൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരു മെസ്സേജും പറയാതെ വീട്ടിലിരുന്ന് പുനലൂർ 50 ലക്ഷത്തിന്റെ ഒരു വീട് പൊങ്ങി. ഈ 2 വർഷം ഞാൻ കണ്ട മിറക്കിൾ അസാധാരണമാണ്. എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ പ്രസംഗിച്ച വചനത്തെ ഞാൻ മറന്നാലോ വചനത്തിന്റെ ഉടയവൻ അതിനകത്ത് ജാഗരിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ലൈവ് പോകുന്നോണ്ടാണ് ഞാൻ ഡീറ്റെയിൽ പറയാതെ. ഡീറ്റെയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് പോകുന്നോണ്ട് എനിക്ക് ഡീറ്റെയിൽ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കയറുന്നില്ല. പക്ഷേ അത് പറഞ്ഞ 10 വീട് കിട്ടിയാനായിരുന്നു. ആമേൻ, കർത്താവിന്റെ മഹത്വം. നിങ്ങൾ കേൾക്കുന്ന വചനം, ഈ ഡെലിവറൻസിന്റെ 18ാമത്തെ അടവ്, ലാസ്റ്റ് കീ എന്ന് പറയുന്നത്, കേട്ട വചനം നിങ്ങളുടെ വീട്ടിൽ ചെന്ന് നാവ് കൊണ്ട് വീണ്ടും അതിനെ വിതയ്ക്കണം. കോട്ടയത്തുള്ളവരോട് വിതയെക്കുറിച്ചോ കൊയ്ത്തിനെ കുറിച്ചോ ഞാൻ പറയണ്ട. ഉലകത്തിൽ ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടുള്ള ഏതു വിത്തും വിതച്ചാൽ മിനിമം 60 ഡേയ്സ് കഴിയാതെ കൊയ്യാൻ പറ്റത്തില്ല. പിന്നെ അല്പം കൂടി മങ്കോമ്പിൽ കണ്ടുപിടുത്തം നടത്തി ഇപ്പം 90 ദിവസം കൊണ്ട് കൊയ്യാനുള്ള വിത്തുണ്ട്. പക്ഷെ വിതച്ചാൽ 60 ദിവസം കഴിയാതെ ഉലകത്തിലെ ഒരു വിത്തും റിസൾട്ട് തരത്തില്ല. പക്ഷെ വിതച്ചാൽ വിതയ്ക്കുന്ന സ്പോട്ടിൽ കൊയ്ത്ത് നടത്തുന്ന ഒരു വിത്തുണ്ട്. പിടിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് പകല് നീ അതിനെ പിടിക്ക. ഇത് നീ ചിന്തിക്കുന്ന തലമല്ല, ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് വചനത്തിന്റെ മാനിഫെസ്റ്റേഷനാ. ഇനി തലമുറ കാണാൻ പോകുന്നത് വചനത്തിന്റെ മാനിഫെസ്റ്റേഷനാ. ഇനി സഭകൾ കാണാൻ പോകുന്നത്, ഇനി ജനറേഷൻ കാണാൻ പോകുന്നത് വചനം ജഡം ധരിച്ചിറങ്ങുന്നത്. എല്ലാരും ആദരം തുറന്ന് പറഞ്ഞ, വിതച്ചാൽ സ്പോട്ടിൽ കൊയ്ത്ത് നടക്കുന്ന ഒറ്റ വിത്ത് വചനമാ. അതുകൊണ്ട് ഞാനൊരു ദൂത് പറഞ്ഞുകൊണ്ട് കയറാൻ പോവാ. നിങ്ങൾക്ക് കിട്ടുന്ന വചനത്തെ ഇനിയും ഇതിനപ്പുറത്ത് സാജൻ ഭാഷക്കോ എനിക്കോ റൈനാർഡ് മോങ്കയ്ക്കോ പോലും ഇതിനപ്പുറം ഡെലിവറൻസിന്റെ കീ പറയാനില്ല.
എൻ്റെ 20-ാമത്തെ വയസ്സിൽ എൻ്റെ സ്വർഗത്തിൽ അപ്പൻ എൻ്റെ കൈ പിടിക്കുന്നത്. എൻ്റെ 14 വർഷമായിട്ടുള്ളൂ ഞാൻ ശുശ്രൂഷ കയറിയിട്ട്. എൻ്റെ 34-ാമത്തെ വയസ്സിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ ഞാൻ അന്ന് മുതൽ ഇന്ന് വരെയും ഫോക്കസ് ചെയ്ത് ദൈവവചനത്തിലാണ്. അതുകൊണ്ട് ഇന്ന് വരെ ഒരിടത്ത് പോലും തല താഴ്ത്താൻ ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറഞ്ഞു. ഡെലിവറൻസ് സഭയോട് സ്നേഹത്തോടെ പറയുന്നു, കേൾക്കുന്ന വചനം നിന്റെ വീടിനകത്ത് വിതയ്ക്കണം. ഞാൻ ഇതിന്റെ റൂട്ട് പറയുമ്പോൾ നിങ്ങൾ ഇന്ന് മുതൽ ചെയ്യണം. എല്ലാവരും പറഞ്ഞ വചനം വിതയ്ക്കണം. വചനം എന്ത് ചെയ്യണം? വിതയ്ക്കണം. നിന്റെ ദേശത്ത് വചനം വിതയ്ക്കണം, നിന്റെ കുടുംബത്തിൽ വചനം വിതയ്ക്കണം, തലമുറയുടെ മേൽ വചനം വിതയ്ക്കണം. കൺസീവായിട്ട് അകത്ത് കിടക്കുന്ന കുഞ്ഞിനെ നോക്കി എല്ലാ ദിവസവും വചനം വിതയ്ക്കണം. നിന്റെ തലമുറയെ നോക്കി വചനം വിതയ്ക്കണം. നീ വിതച്ചിട്ടോ അതിന്റെ റിസൾട്ട് നീ കാണും. എന്തുകൊണ്ടാണ് എൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് ശേഷിപ്പ? എന്താ അത് പറയണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു, ഇത് പറഞ്ഞ് ബേസ്മെന്റ് ഇട്ട് പോവാനാ. വചനം എല്ലാ ദിവസവും എന്ത് ചെയ്യണം? എല്ലാ ദിവസവും വചനം വിതയ്ക്കണം. ചവിട്ടുന്നിടം മുഴുവൻ താന്നാലും എന്ത് ചെയ്യണം? എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോണം, താഴുന്നിടത്തെ ദൈവം വിളക്ക് വെക്കത്തുള്ളൂ. എഫസോസിന്റെ ദൈവസഭ പറയുന്നത് എഫസോസിൽ കൊണ്ട് വിളക്ക് വെച്ചെന്നെ. എഫസോസ് എന്ന് പറഞ്ഞാൽ ചവിട്ടിയ താഴുന്നിടമെന്നാ, പക്ഷെ അവിടെ വിളക്ക് വെച്ചു. എപ്പോഴും ശ്രദ്ധിച്ചോണം, നിങ്ങൾ നിങ്ങളുടെ വീടിനകത്ത് എന്ത് ചെയ്യണം? വചനം. എങ്ങനെ വചനം വിതയ്ക്കണം? അറ്റ്ലീസ്റ്റ് ഒരു 10 വാക്യമെങ്കിലും കാണാതെ അറിയാവുന്ന ഒരു ഡെലിവറൻസിനകത്തുണ്ട് അല്ലേ? ആ വചനം വിതയ്ക്കണം. ഈ 5 ദിവസക്കാലം അഭിഷക്തന്മാർ പറഞ്ഞ അവരെടുത്ത കുറിവാക്യം ഉണ്ടല്ലോ. ഇന്ന് വീടിന്റെ അകത്തോട്ട് കയറുമ്പോൾ ആത്മാവിൽ അങ്ങോട്ട് കയറി നിന്നിട്ട് പറയണം, വെട്ടിയാലും പൊട്ടിക്കിളുക്കും, മണ്ണിൽ പട്ടുപോയാലും മണ്ണിൽ കെട്ടുപോയാലും പരിശുദ്ധാത്മാവിന്റെ ഗന്ധം അടിക്കുമ്പോ ഈ വചനം നിങ്ങളുടെ വീടിനകത്ത് വിതയ്ക്കണം. ഇന്ന് അഭിഷക്തൻ പറഞ്ഞ വചനം, എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. ആ എന്റെ ജനം എന്നുള്ളിടത്ത് നീ തിരിക്ക, എന്റെ കുടുംബം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ വചനം വിതയ്ക്കണം. എന്ത് ചെയ്യണം? അങ്ങനെ ഇനിയിപ്പോ ഞാൻ പറയാം, അങ്ങനെ വചനം വിതയ്ക്കണമെന്ന് പറയുന്നതിന്റെ കാരണം, നിങ്ങൾ അന്യഭാഷ പറയുന്നവരെല്ലാം കരങ്ങൾ ഉയർത്തിയേ. എല്ലാവരും അന്യഭാഷ പറയുന്നവരാ. നിങ്ങൾ അരമണിക്കൂർ അന്യഭാഷ പറഞ്ഞാൽ, ഇന്നുണ്ട് അരവിന്ദ് ഭാഷ പുതിയൊരു ഉപദേശം വന്ന് ചിന്തിക്കണ്ട. ഞാൻ നിങ്ങളോട് പറയുന്ന ആ അരമണിക്കൂർ അന്യഭാഷയുടെ ഞാൻ ഇടയ്ക്കോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാവോ? വചനം കൂടെ കയറ്റണം. നിങ്ങളിപ്പോ അരമണിക്കൂർ പ്രാർത്ഥിച്ചെഴുന്നേക്കുന്ന ഒരാളാണെങ്കിൽ നീ വചനവും അന്യഭാഷയും കൂടെ മിക്സ് ചെയ്ത് നിന്റെ പ്രാർത്ഥന കൊണ്ടുപോയാൽ നീ കണ്ണു തുറക്കുമ്പോൾ 2.5 മണിക്കൂർ പോകും. അരമണിക്കൂർ അന്യഭാഷ പറയുന്ന നീ അരമണിക്കൂർ ദൈവവചനം നിന്റെ വീടിനകത്ത് വിതയ്ക്കണം. അരമണിക്കൂർ അന്യഭാഷ പറയുന്ന നീ അരമണിക്കൂർ നിന്റെ വീടിനകത്ത് ദൈവവചനം വിതയ്ക്കണം. ഇത് എല്ലാ ദിവസവും ചെയ്യണം. എന്ത് ദൈവവചനം വിതയ്ക്കണം? അറിയാവുന്ന വാക്യങ്ങൾ വിതയ്ക്കണം. ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കോ. അടുത്ത പദം പറഞ്ഞു, എന്റെ വേര് വെള്ളത്തോളം പടർന്നു ചെല്ലും, എന്റെ കൊമ്പിന്റെ മേൽ മഞ്ഞു വന്ന് രാപ്പാർക്കും. ഇങ്ങനെയുള്ള വചനങ്ങൾ നിന്റെ വീടിനകത്ത് അങ്ങോട്ട് വിതയ്ക്കണം. വേറെ ഒന്നും ചെയ്യണ്ട. വിതച്ചാൽ എന്താ സംഭവിക്കുന്നേ? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ പറയുന്നു, എഫെസോസിൽ വചനം പരന്നു പ്രബലപ്പെട്ടു. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? എഫെസോസിൽ വചനം പരന്നു പ്രബലപ്പെട്ടു. അർത്ഥം പറയാം, നീ വിതയ്ക്കുന്ന വചനം നിന്റെ വീടിനകത്ത് പരക്കും. നീ വിതയ്ക്കുന്ന വചനം നിന്റെ വീടിനകത്ത് പ്രബലപ്പെടും. തീർന്നില്ല. തെസ്സലോനിക്ക ലേഖനത്തിൽ ഒരു വാക്യം, ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾ കേട്ടു, വിശ്വസിച്ചു, കൈക്കൊണ്ടു, സാക്ഷാൽ ദൈവത്തിന്റെ വചനമായി, അതുകൊണ്ട് ആ വചനം നിങ്ങളിൽ വ്യാപരിക്കുന്നു. 3 കാര്യം വചനം ചെയ്യും. 1 പരക്കും, 2 പ്രബലപ്പെടും, 3 വ്യാപരിക്കും. ഈ 3 കാര്യം വചനം ചെയ്താൽ അടുത്ത റിസൾട്ട് എന്ന് പറയുന്നത് പട്ടണം നിന്റെ കയ്യിലിരിക്കും. എന്നോട് ദൈവം പറയുന്നു, പട്ടണത്തെ പിടിക്കുന്ന
പട്ടണത്തെ പിടിക്കുന്ന കുടുംബം നിന്റെ കയ്യിലിരിക്കും. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ എന്നോട് പറയുന്നു, വിതച്ച വചനങ്ങൾ വ്യാപരിക്കുന്ന സീസൺ, വിതച്ച വചനങ്ങൾ പ്രബലപ്പെടുന്ന സീസൺ. എന്താണെന്നറിയോ, വചനം അങ്ങോട്ട് വിതച്ചതാണെങ്കിൽ എപ്പോഴും ഓർത്തോണോ, നീ വിതയ്ക്കുന്ന വചനം നിന്റെ വീടിനകത്ത് വ്യാപരിക്കോ, നീ വിതയ്ക്കുന്ന വചനം നിന്റെ വീടിനകത്ത് പ്രബലപ്പെടോ, നീ വിതയ്ക്കുന്ന വചനം നിന്റെ വീടിനകത്ത് അങ്ങോട്ട് പരക്കോ. ചില ദിവസം കഴിയുമ്പോ നിന്റെ വീടിനെ ഭരിച്ച ചില അന്യായ ശക്തികൾ അതിന്റെ അടിത്തറയുള്ളൂ. എനിക്കറിയത്തില്ല, ദൈവദാസന്മാരെ, അഭിഷക്തന്മാരെ, വചനത്തെ പിടിച്ചോ, വചനത്തെ പിടിച്ചോ. ഇന്ന് പകലിൽ ആത്മാവ് പറയുന്നു, എഫെസോസിന്റെ അടിത്തറ ഇളകി, അർത്തിമസിന്റെ അടിത്തറ ഇളകി, ആഭിചാരത്തിന്റെ അടിത്തറ ഇളകി. എനിക്കറിയില്ല, ഭാഷണ മോനാണോ, അസാധാരണ ബാക്കപ്പ്, ലവ് യു സോ മച്ച്. അടിത്തറകളെ ഇളക്കുന്ന ഒരു ദൈവശക്തി. ഞാൻ നിർത്തുന്നില്ല, നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് അരവിന്ദ് ഭാഷ ഒരു വചനം എടുത്തിട്ട് ഇങ്ങനെ പോകുന്നേ? ഇന്ന് മുതൽ ഈ വചനം നിന്റെ വീടിനകത്ത് ഉരുവിടണം. കാരണം വചനം പരക്കും. പറ, വാ തുറന്നു പറ. അങ്ങനെ പറഞ്ഞ പോരാ, ഞാൻ വിതച്ച സകല വചനങ്ങളും അത് പരക്കോ, അത് പ്രബലപ്പെടോ, അത് വ്യാപരിക്കോ. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി വായിച്ചു നോക്ക്. എഫെസോസിന്റെ ഭരണം മുഴുവൻ അർത്തിമസിന്റെ കയ്യിലായിരുന്നു. പക്ഷെ 3 വർഷക്കാലം 12 പേരെ വെച്ചോണ്ട് പൗലോസ് പട്ടണത്തിൽ വചനം വിതച്ചു. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോ അർത്തിമസിന്റെ അടിത്തറ ഇളകി. ഭാരതത്തിനകത്ത് ദൈവവചനത്തിന്റെ ശക്തി. നിങ്ങൾ എത്രത്തോളം പേര് ആ വചനത്തിന്റെ ആഴത്തെ ഗ്രഹിക്കുന്നു എന്ന് എനിക്കറിയില്ല. നിങ്ങൾ നോക്കിയാൽ മതി, ഒരു മനുഷ്യൻ ഒരു പട്ടണത്തിനകത്ത് 3 വർഷം വചനം വിതച്ചപ്പോ 50,000-ത്തിലധികം വില വരുന്ന മന്ത്രവാദ പുസ്തകങ്ങൾ തീക്കിരയായി. മന്ത്രവാദികൾ തീക്കിരയായി. ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഞാൻ ആത്മാവിലൊരു കാഴ്ച കാണുകയാ. ഡെലിവറൻസിന്റെ മീതെ വിരിച്ച കൊട പോലെ ദൈവത്തിന്റെ മഹത്വം ഇന്ന് പകലിൽ ഇറങ്ങി നിൽക്കുകയാ. ചില വീടിനകത്ത് നീ റിസീവ് ചെയ്ത വചന നിന്റെ വീടിനകത്ത് പ്രബലപ്പെടാൻ പോകുകയാ. എനിക്കറിയില്ല, ഇന്ന് പകലിൽ അസാധാരണമായ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം. നിങ്ങൾ നിൽക്കുകയല്ലേ, നിങ്ങൾ നിൽക്കുകയല്ലേ? എനിക്ക് ഭയങ്കര കണക്ഷൻ വരുന്നു. ശ്രദ്ധിച്ചേ, 3 വർഷക്കാലം ഒരു മനുഷ്യൻ പട്ടണത്തിൽ വചനം വിതച്ചപ്പോ എന്തു സംഭവിച്ചു? ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ട്രേഡിംഗ് സെന്ററായ എഫെസോസിന്റെ അടിത്തറ ഇളകി. ആ കാലഘട്ടത്തിലെ പാസ്റ്ററെ, ഞാൻ കഴിഞ്ഞ ദിവസം വചനം ധ്യാനിച്ചപ്പോഴേ എനിക്ക് പിടികിട്ടിയേ, 50,000-ത്തിലധികം വില വരുന്ന മന്ത്രവാദ പുസ്തകങ്ങൾ കത്തിച്ചെങ്കിൽ എഫെസോസിനകത്ത് മന്ത്രവാദം ട്രെയിനിങ് പഠിപ്പിക്കുന്ന സ്കൂൾ ഉണ്ടായിരുന്നു. മന്ത്രവാദികളെ വാർത്തെടുക്കുന്ന പട്ടണം, ആഭിചാരകന്മാരെ ജനിപ്പിച്ച പട്ടണം. പക്ഷെ വചനം പരന്നപ്പോ, വചനം പ്രബലപ്പെട്ടപ്പോ എഫെസോസിനകത്തെ ആഭിചാരത്തിന്റെ അടിത്തറ ഇളകി. എഫെസോസിനകത്ത് അർത്തിമസിന്റെ അടിത്തറ ഇളകി.
കോട്ടയം പട്ടണത്തിനകത്ത്, ഭാരതത്തിനകത്ത് മന്ത്രവാദികളുടെ അടിസ്ഥാനത്തെ ഇളക്കുന്ന ഉരുവിട. അതരം തുറന്ന് വിളിച്ചു പറ, എന്റെ ദൈവമോ എന്റെ ബുദ്ധിമുട്ടൊക്കെയോ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവനോ നിന്നാ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലോ. എന്റെ ദൈവത്താ പിശാചോ മനുഷ്യനോ എനിക്കെതിരെ കെട്ടിയ അസൂയയുടെ മതിലുകളെ ചൈനയുടെ മതില് കാണാം, ട്രിവാൻഡ്രം എയർപോർട്ടിന്റെ മതില് കാണാം, എറണാകുളം എയർപോർട്ടിന്റെ മതില് കാണാം. പക്ഷെ നിനക്കെതിരെ കെട്ടിയ മതിലിനെ നിനക്ക് കാണണമെങ്കിൽ അത് കരിങ്കല്ല് കൊണ്ടല്ല കെട്ടിയത്, അത് കുമ്മായം കൊണ്ടല്ല കെട്ടിയത്, അത് അസൂയയുടെ മതില. അത് ചില സ്വാധീനത്തിന്റെ മതില. അതിനെ ഇടിക്കാ ഈ ആയുധമെടുക്ക. എന്റെ ദൈവത്താ ഞാൻ പടക്കൂട്ടത്തിന് നേരെ, എന്റെ ദൈവത്താ ചില മതിലുകളെ ഡെലിവറൻസിന്റെ ലാസ്റ്റ് കീ ആണ് വേട് വിതയ്ക്കുക. പട്ടണത്തിൽ വേട് വിതച്ചോ, കുടുംബത്തിനകത്ത് വചനം വിതച്ചോ. കാരണം വചനത്തെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നു. ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള വാള, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്റെ ചോദ്യം, ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള വാളാണെങ്കിൽ നീ അതരം തുറന്ന് അത് വിളിച്ചു പറയുമ്പോ പുറത്തോട്ട് പോകുന്നത് ഇരുവായ്ത്തലയുള്ള വാളല്ലേ? അങ്ങനെങ്കിൽ നിനക്കെതിരെ നിൽക്കുന്ന പ്രതിസന്ധികളെ വെട്ടിക്കളയത്തില്ലേ? പറ, ഡോക്ടർ എഴുതി തന്ന സർട്ടിഫിക്കറ്റ് കയ്യിലിരിക്കുന്നവൻ വിളിച്ചു പറ, ഞാൻ ജീവനോടെ ഇരുന്ന്. നീ ആ പദം പറയുമ്പോ നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധികൾ വെട്ടിക്കളയും. എനിക്കറിയില്ല, ഇന്ന് പകലിൽ എന്തോ അസാധാരണമായൊരു ദൈവത്തിന്റെ ചലനം ഏതൊക്കെ കുടുംബത്തിനകത്ത് പിശാചും മനുഷ്യനും ഒരുമിച്ചിട്ട ചില പദ്ധതികൾ, പിശാചും മനുഷ്യനും ഒരുമിച്ചിട്ട ചില പദ്ധതികൾ ഇന്ന് പകല് വെളിപ്പെട്ടു വരുന്ന ദൈവവചനത്തിന്റെ ശക്തി ചിലതിനെ വേരോടെ ഇന്ന് പകല് എന്റെ ദൈവം അതിനെ അറുത്തു കളയുക. ബേസ്മെന്റ് തീർന്നു, വചനത്തിലോട്ട് കയറാൻ പോവാ. പറഞ്ഞേ, ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ എന്തോ പറയും? സാജൻ ഭാഷ പറഞ്ഞതിനകത്തൊന്നും ഒരു വാക്ക് കയറി പിടിച്ചോണം. എല്ലാം ഒന്നും ഓർക്കത്തില്ലായിരിക്കും, പക്ഷെ ഒരു വാക്ക് പിടിച്ചോണം. എന്താ? എന്റെ ജനം. തിരിക്കണം, എന്റെ കുടുംബം. സഭയെ വരുമ്പോ എന്റെ ജനം, വീട്ടിൽ ചെല്ലുമ്പോ എന്റെ കുടുംബം. ഒരു നാളും ലജ്ജിക്കത്തില്ല. ഇന്ന് വീട്ടിൽ കയറുമ്പോ ഇത് വിതയ്ക്കണം, നാളെ വിതയ്ക്കണം. നിനക്ക് നിനക്ക് പറ്റുന്ന ദിവസം വരെ വിതയ്ക്കണം. ചില ദിവസങ്ങളിൽ വിതച്ച വിത്ത് നിന്റെ വീട്ടിലങ്ങ് എഴുന്നേക്കും. ഇന്ന് വീട്ടിലോട്ട് കയറുമ്പോൾ നമ്മൾ എടുത്ത വാക്യം പറയണം, വെട്ടിയാലും. എല്ലാരും വാദം പറഞ്ഞ വെട്ടിയാലും. അടുത്ത പദം എന്നാ? പൊട്ടിക്കിളിർക്കും. മണ്ണിൽ പട്ടുപോയാലും മണ്ണിൽ കെട്ടുപോയാലും പരിശുദ്ധാത്മാവിന്റെ ഗന്ധം അടിച്ചാൽ എനിക്കറിയില്ല കേട്ടോ, ഭയങ്കര ഒരു കണക്ഷൻ എൻ്റെ അകത്ത് കയറി വരുന്നു. ഞാൻ എടുത്തത് ഈ വാക്യമാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരു പദത്തെ കൊണ്ടുവരാൻ എൻ്റെ അകത്ത് ഒരു പ്രേരണ തരുന്നു. നിങ്ങൾ ആ ദൂതനെ പിടിക്കുമെന്ന് എനിക്കറിയാം. ഇവിടെ എന്താ പറഞ്ഞ? വെട്ടിയാലും മണ്ണിൽ പട്ടുപോയാലും കെട്ടുപോയാലും തിരിച്ചു വരും.
അടുത്ത വാക്യം നമ്മൾ വായിച്ചത് വെട്ടിയാലും. ഞാൻ ഇനി വാക്യം കൊണ്ട് കൊണ്ടുവരാൻ പോയാ. നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിന്റെ മുകളിലോട്ട് നമ്മൾ രണ്ടാമത് വായിച്ച വാക്യം കൊണ്ട് വെക്കാൻ പോകുകയാണ്. നമ്മൾ ആദ്യം വായിച്ച വാക്യം 14-ാം അധ്യായത്തിന്റെ വാക്യമാ. അതിന്റെ മുകളിലോട്ട് രണ്ടാമത് വായിച്ച വാക്യം വെക്കുകയാണ്. ഒരു വൃക്ഷമായാൽ എന്താ നമ്മൾ രണ്ടാമത് വായിച്ചേ? കരിമരവും കരുവേലകവും വെട്ടിയാൽ കുറ്റി ശേഷിക്കും. ആ വാക്യത്തെ മേളിൽ വെച്ചോട്ട് ഇനി താഴോട്ട് വായിക്കാൻ പോവാ. ശേഷിപ്പുള്ളത് കൊണ്ട് ഞാൻ പൊട്ടിക്കിളിർക്കും. ശേഷിപ്പുള്ളത് കൊണ്ട് ഗന്ധമടിച്ചാൽ ഞാൻ തിരിച്ചു വരും. തീർന്നില്ല. എന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഒരു വാക്യം തരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രവർത്തികളുടെ പുസ്തകത്തിൽ ഒറ്റ പ്രസംഗം നടത്തിയ ഒരു മനുഷ്യനുണ്ട്, പേര് സ്തേഫാനോസ്. ഒറ്റ പ്രസംഗമാ. ആ മനുഷ്യന്റെ പ്രസംഗം ഇസ്രയേലിന്റെ അടിമത്തം മുതൽ, അല്ലെങ്കിൽ അബ്രഹാമിനെ തൊട്ട് ഇസ്രയേലിന്റെ വിടുതൽ വരെ, അല്ലെങ്കിൽ നിത്യത വരെയുള്ള ഒരു പ്രസംഗം താൻ നടത്തുകയാണ്. എന്തോ ഇന്നിവിടെ ഈ വാക്യം എടുക്കുമ്പോൾ അതിനകത്തുനിന്ന് ഒരു പദം കൊണ്ടുവന്ന് ഡെലിവറൻസിനോട് ചേർത്ത് വെക്കാൻ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു. സ്തേഫാനോസിന്റെ പ്രസംഗത്തിലെ ഒരു പദമുണ്ട്, ഇങ്ങനാണ്: വാഗ്ദത്ത കാലം വന്നപ്പോൾ. ദാണ്ടെ ആ പദത്തെ അടർത്തി ഞാൻ ഇന്ന് വായിച്ച വാക്യത്തോട് വെക്കുകയാ. വാഗ്ദത്ത കാലം അടുത്തപ്പോൾ വെട്ടിയതല്ല. ആ ആ ആ ആ hey 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 hey, come on church, come on church. ഡെലിവറൻസിനോട് ദൈവം പറയുന്നു, വാഗ്ദത്ത കാലം അടുത്തപ്പോൾ വെട്ടിയതല്ല. എനിക്കറിയില്ല കേട്ടോ. ഷാജം പക്ഷെ ദൈവം എന്നോട് പറയാൻ പറയുന്നു. സ്തേഫാനോസേ, എന്താ പറഞ്ഞേ? വാഗ്ദത്ത കാലം അടുത്തപ്പോ. ഓക്കേ സ്തേഫാനോസേ, നിന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞ വചനത്തെ ദാണ്ടേ ഡെലിവറൻസിനകത്ത് ഞാൻ കൊണ്ട് ഒട്ടിക്കുകയാ. വാഗ്ദത്ത കാലം അടുത്തപ്പോൾ വെട്ടിയതല്ല, പൊട്ടിക്കിളിർക്കോ. ഇതിനകത്ത് നിൽക്കുന്ന ആരുടെയൊക്കെയോ വാഗ്ദത്ത കാലം അതുകൊണ്ട് വെട്ടിയതല്ല, പൊട്ടിക്കിളിർക്കോ. എനിക്കറിയില്ല. എന്റെ അകത്ത് ദൈവം വചനം തരുന്നു. സ്തേഫാനോസിന്റെ പ്രസംഗത്തിൽ നിന്ന് ആ വാക്ക് ഞാൻ അടർത്തി വെക്കുകയാ. നമ്മൾ വായിച്ച സകല വാക്യത്തിന്റെ മുകളിലോട്ട് ആ വാക്യം കൊണ്ട് ഒട്ടിക്കുകയാ. വാഗ്ദത്ത കാലം വന്നതുകൊണ്ട് വെട്ടിയതെല്ലാം പൊട്ടിക്കിളിർക്കാൻ പോകുക. ആ വാഗ്ദത്ത കാലം വന്നതുകൊണ്ട് മണ്ണിൽ പട്ടുപോയതോ മണ്ണിൽ കെട്ടുപോയതോ സകലതും തിരിച്ചു കയറി വരാൻ പോകുക. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് നിൽക്കുന്ന ആരുടെയൊക്കെയോ വാഗ്ദത്ത കാലം അതുകൊണ്ട് നിന്റെ കുടുംബത്തിനകത്ത് പിശാചും മനുഷ്യനും വെട്ടിയതല്ല, പൊട്ടിക്കിളിർക്കാൻ പോയ. എല്ലാവരും പറ, വാഗ്ദത്ത കാലം വന്നു. അതുകൊണ്ട് വാഗ്ദത്ത കാലം വന്നാൽ വെട്ടിയതെല്ലാം പൊട്ടിക്കിളിർക്കും. ഈ മണ്ണിൽ പട്ടെന്നും മണ്ണിൽ കെട്ടെന്നും പറയുമ്പോൾ ഓർത്തോണം, പേരുമില്ല, അഡ്രസ്സും ഇല്ല, ആർക്കും ഓർമ്മയുമില്ല. പക്ഷെ നിന്റെ വാഗ്ദത്ത കാലം വന്ന ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം. ഞാനൊരു മെസ്സേജിലേക്ക് കയറുമ്പോൾ വേദപുസ്തകത്തിൽ ഭക്തനായ ഒരു മനുഷ്യനുണ്ട്, പേര് ജോസഫ് എന്ന. ആരാ? ഭക്തനായ ഒരു മനുഷ്യൻ, പേര് ജോസഫ് എന്ന. ഞാൻ ഈ കോവിഡ് ടൈമിൽ ദൈവം എനിക്ക് തന്നത് സാജം വർഷം 32 മെസ്സേജാ. ഈ കോവിഡ് ടൈമിൽ ഞാൻ ദൈവസന്നിധി ഇരുന്നപ്പോൾ ദൈവം എനിക്ക് തന്നത് അതും എല്ലാം ജനറേഷൻ ബേസ്ഡ് ആയിട്ടുള്ള മെസ്സേജുകളായിരുന്നു. എപ്പോഴും ചിന്തിച്ചോളാം, നിന്റെ അകത്ത് ജനറേഷൻ എന്ന റെവലേഷൻ കയറിയാൽ നീ പോലും അറിയാതെ റെവലേഷൻ ഓപ്പൺ ആകും. ജനറേഷൻ ഉള്ളവനെ റെവലേഷൻ ഓപ്പൺ ആകത്തുള്ളൂ. വിഷൻ ഉള്ളവനെ പാഷൻ ഉണ്ടാകത്തുള്ളൂ. എപ്പോഴും അറിഞ്ഞോണം അത്. എന്നാൽ എൻ്റെ അകത്ത് ഞാൻ
കുറെ മെസ്സേജുകൾ ഇങ്ങനെ എഴുതിയ കൂട്ടം ഞാൻ ജോസഫ് ജനറേഷൻ, ബെന്യാമിൻ ജനറേഷൻ, ഐസക് ജനറേഷൻ, ജോഷുവ ജനറേഷൻ, കാലേബ് ജനറേഷൻ, മോസസ് ജനറേഷൻ, 2 ജനറേഷൻ പ്രസംഗിച്ചു തുടങ്ങി. ബെന്യാമിൻ ജനറേഷൻ പ്രസംഗിച്ചു തുടങ്ങി. എപ്പോഴും ശ്രദ്ധിച്ചോണം, ഒരു ജനറേഷനുമായിട്ട് ലോക്കായിരിക്കും എപ്പോഴും. സാജൻ ഭാഷ എല്ലാവർക്കും ഒന്നും സാജൻ ഭാഷ കൂടെ നിൽക്കാൻ പറ്റത്തില്ല. താങ്കൾ ഒരു യോശുവയാണെങ്കിൽ താങ്കളുടെ കൂടെ കാലേബുമാരെ നിൽക്കത്തുള്ളൂ. താങ്കൾ ഒരു ജോസഫ് ആണെങ്കിൽ താങ്കളുടെ കൂടെ ബെന്യാമിന്മാരെ നിൽക്കത്തുള്ളൂ. എന്തോ ഇവിടെ പ്രസംഗിക്കുമ്പോൾ ഈ വേർഡിന്റെ റെവലേഷൻ ഓപ്പൺ ആവും കേട്ടോ. ഈ ദൈവത്തിന്റെ പദ്ധതി നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. എവിടെങ്കിലും ഒരു ശേഷിപ്പുണ്ടെങ്കിൽ ദൈവം അതിനെ പൊക്കിക്കൊണ്ടുവരും. ആമേ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എന്തോ ഇടയ്ക്ക് മെസ്സേജുമായിട്ടൊന്നും ബന്ധമില്ലാത്തൊരു റെവലേഷൻ വരുന്നോണ്ട് പറയാൻ പോവുക. മെസ്സേജുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതിന് കേട്ടോ. ഈ കഴുത നഷ്ടപ്പെട്ട കീശിന്റെ മകൻ ശൗല് 3 ദിവസം കഴുതയെ അന്വേഷിച്ച് നടക്കുന്ന ഒരു ചരിത്രം പുസ്തകത്തിനകത്തുണ്ട്. ഞാൻ ഈ ദൈവത്തിന്റെ 3-ാം നാളെന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഈ ലോക്ക്ഡൌണിൽ പ്രസംഗിക്കാൻ തുടങ്ങിയായിരുന്നു. അത് കേരളത്തിലാകെ പ്രസംഗിച്ചത് M.A. വർഗീസ് അങ്കിളാ, 3-ാം നാളെന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ്. പക്ഷെ എനിക്ക് ദൈവം അങ്ങനെ ഒരു മെസ്സേജ് തന്ന് ഞാനിത് പ്രസംഗിക്കാൻ തുടങ്ങി. ഈ 3 ദിവസമാണ് കീശിന്റെ മകൻ ശൗല് കഴുതയെ അന്വേഷിച്ച് കണ്ടു കിട്ടിയില്ല. അവസാനം കൂടെ വന്നവൻ പറഞ്ഞു, ഇവിടെ ഒരു പ്രവാചകനുണ്ട്, പുള്ളി എടുക്ക ചെന്ന കഴുത എവിടാന്ന് അറിയാം. ഇവൻ പ്രവാചകന്റെ വീട്ടിൽ ചെല്ലുമ്പം പ്രവാചകൻ പറയുന്നൊരു പദമുണ്ട്, കഴുത വീട്ടിൽ ചെന്നു. അർത്ഥം ഇത്രയേ ഉള്ളൂ, നീ എൻ്റെ വീട്ടിൽ വരുമ്പോൾ നിന്റെ വീട്ടിൽ കഴുതയും. യഥാർത്ഥത്തിൽ പല നഷ്ടങ്ങളും വരുന്നത് എന്തിനാണെന്നറിയാം? നീ തമ്പുരാന്റെ വീട്ടിൽ വരുമ്പോൾ നഷ്ടം നിന്റെ വീട്ടിൽ കയറും. ഞാൻ ദൂത് പറഞ്ഞു, നിങ്ങൾ പിടിക്കണം ആ ദൂതിന്. ഈ മെസ്സേജുമായിട്ട് യാതൊരു ബന്ധവുമില്ല, പക്ഷെ ഇവിടെ ഇരിക്കുന്ന ആരുമായിട്ട് ഇത് ബന്ധമുണ്ട്. മെസ്സേജുമായിട്ട് ബന്ധമില്ല, പക്ഷെ ഇതിനകത്തിരിക്കുന്ന ആരോടോ ദൈവത്തിന് ഈ ദൂത് പറയാനുണ്ട്. നീ തമ്പുരാന്റെ മഹത്വത്തിനകത്ത് കയറിക്കോ, നഷ്ടപ്പെട്ടത് നിന്റെ വീട്ടിൽ കയറും. നിങ്ങൾ ശമൂവേലിന്റെ പുസ്തകം വായിച്ചാൽ ഈ ശൗലെന്ന് പറയുന്ന മനുഷ്യൻ ശമൂവേലിന്റെ വീട്ടിൽ ചെന്നു. കഴുതയെ അന്വേഷിച്ചാ ചെന്നേ. പക്ഷെ ശമൂവേല് പറഞ്ഞു, ഇന്ന് എൻ്റെ കൂടെ എന്ത് ചെയ്യണം? പാർക്കണം. അന്നത്തെ രാത്രി മുഴുവൻ ശമൂവേലിന്റെ കൂടെ ഈ ബാലൻ പാർത്തു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശമൂവേൽ പ്രവാചകൻ പറയുകയാ, നീ തിരിച്ചു പോകുമ്പോൾ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നീ ശ്രദ്ധിക്കണം. ഇവൻ വന്ന വഴി പല സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ട്, പക്ഷെ തിരിച്ചു പോകുന്നത് ആ വഴിയിലല്ലെന്ന് എനിക്ക് ഉറപ്പാ. അർത്ഥം പറയാം, നീ കഴുതയെ അന്വേഷിച്ചു വന്നൊരു വഴിയുണ്ട്, പക്ഷെ തിരിച്ചിവിടുന്ന് പോകുമ്പോൾ ആ വഴിയല്ല, ഞാൻ പറയുന്ന വഴി കൂടെ നീ പോണം. ഈ പ്രവാചകൻ ഇവനോട് പറയുന്ന ഒരു പദമുണ്ട്, നീ തിരിച്ചു പോകുമ്പോൾ നീ ആദ്യം സെൽസകൽ എന്ന് പറയുന്ന ഒരു സ്ഥലം, അവിടെ ഒരു കല്ലറ കിടപ്പുണ്ട്. നീ ആ കല്ലറയുടെ മുൻപിൽ ഒന്ന് നിൽക്കണം. അവിടെ നിന്ന് നീ അല്പം കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു കരുവേലകത്തെ ചോദ്യം, ശമൂവേൽ പ്രവാചക, വൈ, എന്തിന് രാജകീയ അഭിഷേകം പ്രാപിച്ച ഒരുത്തനെ തിരിച്ചുവിടുമ്പോൾ കല്ലറയുടെ മുമ്പിൽ കൊണ്ടു നിർത്തി? അതിന്റെ ആവശ്യമുണ്ടോ? പ്രവാചകനോട് ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോൾ പ്രവാചകൻ എന്നോട് പറഞ്ഞു, അഭിഷക്തനെ, എനിക്കറിയില്ല എന്തിനാ അവനെ അവിടെ കൊണ്ട് നിർത്തിയെന്ന്. പക്ഷെ എനിക്ക് മുകളിൽ നിന്ന് ഓർഡർ വീണു, ഇവൻ രാജകീയ അഭിഷേകവുമായിട്ട് പോകുമ്പോൾ സെൽസകലിൽ ആ കല്ലറയുടെ മുൻപിൽ ഒന്ന് നിൽക്കണം. കാര്യം മറച്ചു വെക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ തിരിച്ചു പിടിക്കുന്നത് രാജാക്കന്മാരുടെ പദ്ധതിയാണ്. എനിക്ക് പ്രവാചകന് ആൻസർ കിട്ടാത്തത് കൊണ്ട് ഞാൻ ഡയറക്റ്റ് കണക്ഷൻ പിടിച്ചു. ഞാൻ തമ്പുരാനോട് ചോദിച്ചു, എന്തിനാ തമ്പുരാനെ? എന്നാലും അഭിഷേകം പ്രാപിച്ച ഒരു ചെറുക്കൻ, രാജകീയ അനോയിന്റിങ് പ്രാപിച്ച ഒരു ചെറുക്കൻ തിരിച്ചു പോകുമ്പോൾ ഒരു കല്ലറയുടെ മുൻപിൽ നിൽക്കുന്നത് എന്തിനാ? വേറെ പണിയില്ലേ? തമ്പുരാൻ എന്നോട് പറഞ്ഞടാ, ഞാൻ ചിലത് മറക്കത്തില്ല.
എന്താ സംഭവം എന്നറിയാവോ? നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം പറയാം. യാക്കോബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ 20 വർഷത്തെ അടിമത്തത്തിന് ശേഷം താൻ അടിമവേല വിട്ട്, അടിമക്കളം വിട്ട്, ഞാൻ അങ്ങനെ ലാബാന്റെ വീടിനെയല്ല ഞാൻ അടിമക്കളം എന്നാ പറയുന്നത്, അടിമവേല വിട്ട് താൻ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്കറിയാം തന്റെ കൂട്ടത്തിൽ 11 പുത്രന്മാരുണ്ട്. എത്ര പേരുണ്ട്? 11 പുത്രന്മാർ. ഞാൻ ഈ ജോസഫ് ജനറേഷൻ പ്രസംഗിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയാറുണ്ട്, യാക്കോബിന്റെ അടിമത്തം പൊട്ടിയത് എപ്പോഴാണെന്നറിയാമോ? ജോസഫ് ജനിച്ചതിന്റെ അമ്മ. അതുവരെ യാക്കോബിന് ലാബാന്റെ വീട്ടിൽ നിന്ന് പോകണമെന്നില്ല. പക്ഷെ സ്വപ്നമുള്ളവൻ ജനിച്ചപ്പോ സ്വപ്നമുള്ള അപ്പന്റെ അകത്തൊരു കത്തല് വന്നു. ചില തലമുറ ജനിക്കുന്നത് നിന്റെ അടിമത്തത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാനാ. ജോസഫിന്റെ ജനനത്തിന് ശേഷം യാക്കോബ് എന്ന് ലാബാനോട് പറഞ്ഞ്, ഞാൻ ഇവിടെ വന്നിട്ട് നിനക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല, അനുഗ്രഹം മാത്രമേ ഞാൻ വന്നിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ എൻ്റെ എനിക്ക് തിരിച്ചു പോകണം. അങ്ങനെ തിരിച്ചു വരുന്ന വഴിയിൽ തിരുവചനം പറയുന്നു, യാക്കോബിന്റെ ഹൃദയം കവർന്ന റാഹേൽ നിറവയറോടാ വരുന്നേ. എന്താ നിറവയറോടാ വരുന്ന വഴിയിൽ തിരുവചനം ഇങ്ങനെ പറയുന്നു, സെൽസഹലിൽ വെച്ച് റാഹേൽ മരിക്കുകയാ. എന്ത് ചെയ്യുക? റാഹേൽ മരിക്കുകയും ഒരു കുഞ്ഞ് ജനിക്കുകയും ചെയ്ത സ്ഥലമാണ് സെൽസഹൽ. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരു മരണവും ഒരു ജനനവും ഒരുമിച്ച് നടന്ന സ്ഥലത്തിന്റെ പേരാണ് സെൽസഹൽ. ഒന്നുകൂടെ പറഞ്ഞാൽ, അമ്മ മരിക്കുന്നു, കുഞ്ഞ് പുറത്തു വരുന്നു. 100% ഉറപ്പല്ലേ? ജനിച്ചുടനെ അമ്മ മരിച്ചതല്ല, ചില മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും അമ്മ മരിച്ചത്. ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചിട്ട് ഒരമ്മ മരണത്തിലേക്ക് പോകുമ്പോൾ ആ അമ്മയുടെ ഹൃദയത്തിന്റെ വേദന എന്തായിരിക്കും? ആരെന്റെ കുഞ്ഞിനെ വളർത്തും? ആരെന്റെ കുഞ്ഞിനെ നോക്കും? ഇവന്റെ ഫ്യൂച്ചർ എന്താകും? ഇവന്റെ ഭാവി എന്താകും എന്ന് ചിന്തിച്ച ഒരമ്മ മരണത്തിലേക്ക് പോയ കല്ലറയാണ് സെൽസഹൽ എന്ന് പറയുന്നത്. ദാണ്ടേ കാലം കുറെ കഴിഞ്ഞപ്പോ അതേ കല്ലറയുടെ മുൻപിൽ ഒരു ചെറുക്കനെ ദൈവം കൊണ്ടു നിർത്തിയിരിക്കുക. ആരാന്നറിയാവോ? അന്ന് അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന ആ ബെന്യാമിൻ ഗോത്രത്തെ. എന്റെ ദൈവത്തിന് ചിലത് പകരം വീട്ടാനുണ്ട്. എനിക്കറിയത്തില്ല, കാലം കഴിഞ്ഞാലോ എന്റെ ദൈവം എവിടാണോ നീ ചില കരച്ചിലുകൾ കരഞ്ഞത്, എവിടാണോ നിന്റെ കണ്ണീര് വീണത്, അവിടെ ചില മറുപടികളെ കൊണ്ടുവന്ന് ഇന്ന് പകൽക്കാലം ഏതൊക്കെയോ കുടുംബത്തിനകത്ത് തലമുറകളെ ചൊല്ലിയുള്ള വിഷയത്തിനകത്ത് ഇന്ന് യഹോവയായ ദൈവം ചിലതിന് അടിവരയിടുകയാ. നോക്കിയേ, സെൽസഹൽ മരണവും ജനനവും ഒരുമിച്ച് നടന്ന സ്ഥലം. പഴയ നിയമത്തിൽ അങ്ങനെ ഒരു പ്ലേസ് ഉണ്ടെങ്കിൽ പുതിയ നിയമത്തിലും അങ്ങനെ ഒരു സ്ഥലമുണ്ട്. എന്റെ നസ്രയൻ മരിച്ചു, ഞാനും നീ മടങ്ങുന്ന ജനം ജനിച്ചു. ഇന്ന് പകൽ ആരോടൊക്കെയോ തമ്പുരാൻ ഇതിനകത്ത് ഇടപെടുകയാ. എവിടൊക്കെയോ നീ കരഞ്ഞത്, എവിടൊക്കെയോ നിന്റെ മനസ്സ് ഇടിഞ്ഞത്, എവിടൊക്കെയോ നിന്റെ കണ്ണീര് വീണെടുത്ത ഇന്ന് പകലിൽ നിന്റെ തലമുറകളെ നിർത്തി ദൂത് പറയാം. 17 വയസ്സ് പ്രായമുള്ള ഒരു ചെറുക്കൻ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം എന്താണെന്നറിയാവോ? എന്താ സ്വപ്നം? പറ. ഡെലിവറൻസ് പറ, വിടുതലിന്റെ സഭ പറ. സ്വപ്നം എന്നാ? പുള്ളി കണ്ട സ്വപ്നം ഇത്രയേ ഉള്ളൂ, എന്റെ കറ്റ നിൽക്കുന്നു, നിങ്ങളുടെ കറ്റ കിടക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ നമുക്കിതൊന്നും അങ്ങനെ വിടാൻ പറ്റത്തില്ല. പുള്ളി 2 വാക്കി പറഞ്ഞാലും നമുക്കിതിനെ വിടാൻ പറ്റത്തില്ലല്ലോ. എന്റെ കറ്റ നിൽക്കുന്നു, നിങ്ങളുടെ കറ്റ കിടക്കുന്നു, അത്രയേ ഉള്ളൂ. കറ്റ എന്ന് പറഞ്ഞാൽ എന്നാ? നിങ്ങളോടായോണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്, നല്ല ഉത്തരം പറഞ്ഞു പോത്തേ ഉള്ളൂ. കോട്ടയംകാർക്ക് കറ്റയും എല്ലാം അറിയാവുന്നവരെ, ഇവിടെ കുമരകത്തുള്ളവർ കാണാം. കറ്റ എന്ന് പറഞ്ഞാൽ എന്നാ? കറ്റ എന്ന് പറഞ്ഞ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഒറ്റ വാക്കി പറയാം. അടിയിൽ കൂടെ ഒരു വെട്ടുപോകും, അടിയിൽ കൂടെ നടുക്കൂടെ ഒരു കെട്ടുപോകും. എൻ്റെ മമ്മിയുടെ വീട് ആലപ്പുഴയാണ്. അവിടെ കൃഷി ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുമുണ്ട്, കൃഷി ചെയ്തിട്ടുമുണ്ട്, അപ്പച്ചൻ്റെ കൂടെ ഇറങ്ങി വിതച്ചിട്ടുമുണ്ട്.
അങ്ങനെ വീട്ടിൽ അവിടെ മമ്മിയുടെ വീട്ടിൽ പത്തായം ഉണ്ടായിരുന്നു. പത്തായത്തിനകത്ത് ഈ ആണ്ടിന്റെ അവസാനത്തിൽ കൊയ്തെടുക്കുന്ന നെല്ലിനകത്ത് കുറച്ച് ചാക്ക് നെല്ല് മാറ്റി ഞങ്ങളുടെ അപ്പം കൊണ്ടിടുമായിരുന്നു വലിയപ്പച്ചൻ. എന്നിട്ട് അടുത്ത സീസൺ വരുമ്പോൾ ഈ മാറ്റിയിട്ട ചാക്കിലെ നെല്ലെല്ലാം കൂടെ കൊണ്ടുവന്ന് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലെ ഒരു തോടുണ്ട്, തോട്ടിൽ ചാക്കിനകത്ത് കെട്ടിയിട്ട് വെള്ളത്തിൽ മുക്കി വെക്കും. എന്നിട്ട് അതിൻ്റെ മേളിൽ കല്ലെടുത്ത് വെക്കും. 2 ദിവസം കഴിയുമ്പോൾ അപ്പച്ചൻ ഈ കുന്ത്രാണ്ടം എടുത്തുകൊണ്ട് വള്ളത്തിനകത്ത് കയറ്റിക്കൊണ്ട് കണ്ടത്തിക്കൊണ്ട് എന്ത് ചെയ്യും? കൈ കൊണ്ട് ഇങ്ങനെ വിതയ്ക്കും. എന്നിട്ട് എനിക്ക് ഒരു കാര്യം മനസ്സിലായി, പത്തായത്തിൽ കിടക്കുമ്പോൾ നെല്ല, കൈകൊട്ടല്ലേ, പത്തായത്തിൽ കിടക്കുമ്പോൾ നെല്ല, ചാക്കി കയറി 3 ദിവസം കഴിഞ്ഞാൽ വിത്ത, കണ്ടെത്തി കൊണ്ടിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഞാറ, ചില ദിവസം കഴിയുമ്പോൾ ഞാറ് തലം മാറും, വിളയാവും, കളയും വിളയുമാകും. ചില ക്ലൈമറ്റ് അങ്ങോട്ട് മാറി വരുമ്പോൾ വിള മാറി കതിരാകും. കതിരിന്റെ കളറ് മാറുമ്പോൾ അരിവാള് വരും, കളറ് മാറുമ്പോൾ അരിവാള് വരും. എടാ, ഫലമുള്ളവനെ വെട്ടു വരുത്തുള്ളത്. അർത്ഥം പറയാം. ചെറുക്കം കണ്ട സ്വപ്നം ഇത്രേ ഉള്ളു. അച്ചച്ചന്മാരെ, ഞാനൊരു കറ്റയാ, എന്റെ കളറ് മാറുമ്പോ നിങ്ങൾ എന്നെ വെട്ടും. ഒന്നുകൂടെ പറഞ്ഞ, അടി കൂടെ ഒരു വാള് പോകും. തീർന്നില്ല, നിങ്ങൾ സഹോദരന്മാർ എന്റെ അടി വെട്ടും. തീർന്നില്ല, മിശ്രമിൽ ചെല്ലുമ്പോ അവരെന്നെ കെട്ടിയിടും. പക്ഷെ എന്റെ വാഗ്ദത്ത കാലം വരുമ്പോ ഞാൻ എഴുന്നേറ്റ് നിൽക്കും. ഇന്ന് പകലിൽ എന്റെ ദൈവം ഇതിനകത്ത് ആരോടോ പറയുന്നു. ഞാൻ ആ ദൂത് പറയാൻ പോകുക. വെട്ടിയിട്ടാലോ കെട്ടിയിട്ടാലോ വാഗ്ദത്ത കാലം വരുമ്പോ ഒന്നുകൂടെ പറയാ, നിന്നെ വെട്ടിയിട്ടാലോ നിന്നെ കെട്ടിയിട്ടാലോ വാഗ്ദത്ത കാലം വരുമ്പോ, വാഗ്ദത്ത കാലം വരുമ്പോ ഇന്ന് പകലിൽ ഡെലിവറൻസിനകത്ത് എടാ, വെട്ടിയിട്ടാലും കെട്ടിയിട്ടാലോ പദ്ധതി ഉള്ളവന് നിൽക്കണമെങ്കിൽ വേരിന്റെ ആവശ്യമില്ലടാ. ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ പറയുകയാ, എവിടൊക്കെയോ കെട്ടുവീണവർ ഇതിനകത്തുണ്ട്, എവിടൊക്കെയോ വെട്ടുവീണവർ ഇതിനകത്തുണ്ട്. ഇത് നിന്റെ വാഗ്ദത്ത കാലോ. എഴുന്നേറ്റോ. ദൈവം എന്നോട് ഇന്ന് പകലി ശക്തമായിട്ട് പറയുന്നു, കുടുംബത്തിനകത്ത് വെട്ടുവീണവർ കാണും. പിശാചിനൊരു പരിപാടിയുണ്ട്, വെട്ടിയിട്ട് മാത്രം നിർത്തത്തില്ല, കെട്ടിയും കൂടി ഇടുക. പക്ഷെ ഇന്ന് പകലി ഒരു ദൂതറിഞ്ഞോണോ, നിന്റെ സീസൺ വരുമ്പോ, ഞാൻ ആ പദം പറയുക, സാജൻ ഭാഷ പദം പറഞ്ഞു, നിന്റെ സീസൺ വരുമ്പോ വെട്ടിയിട്ടാലോ കെട്ടിയിട്ടാലോ എനിക്കറിയത്തില്ല. ഇന്ന് പകല് ഡെലിവറൻസിനകത്ത ഒരു കൂട്ടം കറ്റകള് പിടുക്കി പകലിലെ ദൂതിനെ നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ തലമുറ നിന്റെ ശുശ്രൂഷ ഇന്ന് പകല് എഴുന്നേറ്റ് നിൽക്കുന്ന യഹോവയുടെ സീസണാ. ഇന്ന് പകല് ചില കുടുംബത്തിനകത്തേക്ക് ദൈവത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഇന്ന് പകല് ഞാൻ ആത്മാവിൽ കാണുകയാ, ഏതൊക്കെ യൗവനക്കാര് ഇതിനകത്ത് എഴുന്നേറ്റ് നിൽക്കുകയാ. നിന്റെ തലമുറകളെ ദൈവം തൊടുകയാ, നിന്റെ തലമുറകളെ ദൈവം തൊടുകയാ. യെസ് 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 യെസ്. വെട്ടിയിട്ട ചിലത്, കെട്ടിയിട്ട ചിലത് ഇന്ന് പകല് യേശുവിന്റെ നാമത്തിൽ, ഇന്ന് പകല് യേശുവിന്റെ നാമത്തിൽ നിന്നെ തകർക്കാൻ വെച്ചത്, ഇന്ന് പകല് യേശുവിന്റെ നാമത്തിൽ എന്റെ ദൈവം ചിലതിനെ തൊടുക, ചിലതിനെ തൊടുക 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 തൊടുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകല് ഈ തലമുറകളെ തൊട് 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 തൊട്
തൊട 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 തൊട. ഇന്ന് പകല് പരിശുദ്ധാത്മാവ് ചിലതിനെ തൊടുക 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 തൊടുക. നിന്റെ സീസൺ ഓപ്പൺ ആവുകയാ. നിന്റെ സീസൺ ഓപ്പൺ ആവുകയാ. നിന്റെ സീസൺ ഓപ്പൺ ആവുകയാ. ഞാൻ ആത്മാവിൽ കാണുകയാ. ഡെലിവറൻസിനകത്ത് അസാധാരണമായി ഇന്ന് തീരുകയാ പിശാചിട്ട മുഖങ്ങൾ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പ്രാപിക്ക 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 പ്രാപിക്ക. പൊളിക്ക 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 പൊളിക്ക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ തൊടുകർത്താവേ തൊടുകർത്താവേ. ഇവരെ തൊട 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 തൊട. ഇന്ന് പകലി ദൈവം തൊടുകയാ. ദൈവം തൊടുകയാ. ദൈവം തൊടുകയാ. കെട്ടിയിട്ട ചിലത്, വെട്ടിയിട്ട ചിലത് ഇന്ന് പകല് ഈ അന്തരീക്ഷത്തിനകത്ത് ചില യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ പോവുകയാ. ഞാൻ ആത്മാവിൽ കാണുകയാ. ഈ പട്ടണത്തിനകത്ത് വെട്ടിയിട്ട ചിലതിനെ, പിശാച് കെട്ടിയിട്ട ചിലതിനെ ഇന്ന് പകല് ഞങ്ങൾ ആത്മാവിൽ എനിക്കറിയില്ല. ഇന്ന് പകലിൽ നിങ്ങളുടെ കൈ ഉയർത്തി നിൽക്കുമ്പോ ഷാജം പക്ഷെ എനിക്കറിയില്ല, എൻ്റെ അകത്ത് ചില വചനം കയറി വരുന്നു. ദൈവം എന്നോട് പറയുന്നു, കെട്ടിയിട്ട ചിലതിനെ, പിശാച് വെട്ടിയിട്ട ചിലതിനെ, നിന്റെ ചില വഴികള്, നിന്റെ ചില ഡോറുകള് പിശാചും മനുഷ്യനും ഒരുമിച്ച് ചേർന്ന് വെട്ടിവിട്ടതുണ്ടല്ലോ. ഇന്ന് പകലിൽ നീ എഴുന്നേറ്റ് ഞാനൊരു പദം പറയാം. പിശാച് എത്ര വെട്ടിയാലും, എത്ര നിന്നെ കെട്ടിയിട്ടാലും, മക്കളെ സീസൺ നിനക്ക് മനസ്സിലായ ദീർഘദൂര ജേണിക്ക് വേണ്ടി റെഡി ആയിക്കോളാൻ ആത്മാവ് ഇടപെടുന്നു. ഞാനൊരു പദം പറയാൻ പോവാ. അഭിഷക്തയെ ദൈവം എന്നെ വ്യക്തമായി കാണിക്കുന്നത് കൊണ്ട് യൂദ ഒഴിഞ്ഞുപോയി, ചീട്ട് മത്യാസിന് വീണു. അഭിഷക്തയെ നിന്റെ മേൽ ചീട്ട് വീടുന്ന ഇയറിലോട്ടാ നീ കാലുവെക്കാൻ പോന്നെ. എനിക്കറിയില്ല, എന്നോട് പരിശുദ്ധാത്മാവ് പകലി പറയാൻ പറയുന്നു, ഒരു ഗ്ലോറിയസ് ആയിട്ടുള്ള ശുശ്രൂഷ നിന്റെ കയ്യിൽ കൂടെ പുറത്തു വരാൻ പോകെ. നീ ഇന്ന് വരെ ചെയ്തതല്ല, നിനക്ക് വീട്ടിൽ നിൽക്കാൻ പോലും സമയം കിട്ടാത്തതുപോലെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നീ ഓടും. യുകെക്കകത്ത് നിന്നെ ഒരു റിവൈവലാക്കി ദൈവം എന്നോട് പറയുന്നു. ഭാരതത്തിന്റെ 29 സ്റ്റേറ്റിനകത്ത് ദൈവം നിന്നെ കൊണ്ടുപോകാൻ പോകുകയാ. നിന്റെ കൈവെക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. നിന്റെ കൈവെക്കുമ്പോൾ വിടുതലുകൾ നടക്കും. ഇന്ന് പകലിൽ ശുശ്രൂഷ കൊതിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് പകല് പരിധികളെ പൊട്ടിക്കുന്ന, അതിരുകളെ പൊട്ടിക്കുന്ന,
മതിലുകളെ പൊട്ടിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ കാറ്റ്. എന്തോ ദൈവാത്മാവൻ ഇന്ന് പകലി അതിശക്തമായ ചില മേഖലകൾ ഇന്ന് പകലി തുറക്കുകയാണ്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, ദൈവത്തിന്റെ സീസൺ വരുമ്പോ നിന്നെ തൊടാൻ എന്തെങ്കിലും ഒരു ശേഷിപ്പ് എന്റെ ദൈവം വെച്ചേക്കും. എന്തെങ്കിലും ഒരു ശേഷിപ്പ് ദൈവം വെച്ചേക്കും. പറ, ശേഷിപ്പ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ മെസ്സേജ് ഒന്ന് തുടങ്ങിക്കോട്ടെ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയുന്നു, കോട്ടയം ഡെലിവറൻസിനെ നോക്കി യഹോവയുടെ അഭിഷക്തൻ ഡിക്ലെയർ ചെയ്യുന്നു, യു ആർ എ റെമനന്റ് ജനറേഷൻ. യു ആർ എ റെമനന്റ് ജനറേഷൻ. വെട്ടിയാൽ പൊട്ടിക്കിളിർക്കുന്ന ജനറേഷൻ, പട്ടുപോയാലും എഴുന്നേറ്റ് വരുന്ന ജനറേഷൻ, തീർന്നെന്ന് പറഞ്ഞാലും എഴുന്നേക്കുന്ന ജനറേഷൻ. എല്ലാം പുലികളാ, എല്ലാം പുലികളാ. കോട്ടയം ഡെലിവറൻസിനെ നോക്കി 2022 12 മാസം 10 തീയതി യഹോവയുടെ അഭിഷക്തൻ ഡെലിവറൻസിനെ നോക്കി ഡിക്ലെയർ ചെയ്യുന്നു, യു ആർ എ റെമനന്റ് ജനറേഷൻ. എന്താ റെമനന്റ് ജനറേഷന്റെ പ്രത്യേകത? വെട്ടട പിശാചേ, ഞങ്ങൾ പൊട്ടിക്കിളിർക്കും. നീ കെട്ടിയിട പിശാചേ, ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കോ. പന്ന പിശാചേ, കോട്ടയത്തിനകത്ത് ചിലതിനെ കെട്ടിയിട്ടല്ലേ, കോട്ടയത്തിനകത്ത് ചിലതിനെ വെട്ടിവിട്ടല്ലേ. No, 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 no. No, 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 no. I am a remnant generation. പറ, ഞാനൊരു റെമനന്റ് ജനറേഷനാ. നീ വെട്ടിയ ഞാൻ പൊട്ടിക്കിളിർക്ക, കെട്ടുപോയ ഞാൻ എഴുന്നേറ്റ് വരും. പിടികിട്ടിയവരുണ്ടെങ്കിൽ എനിക്ക് ഡിസംബർ മാസത്തിൽ കയറിയപ്പം ഭാഷ ഒരു വെളിപ്പാടിട്ടായിരുന്നു. വെറും ഒരു പിക്ചറാ. നിങ്ങൾ തപക്കാർ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതൊക്കെ ഇവിടുന്ന് എന്തേലും ഞങ്ങൾ നാട്ടുകാർ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ഈ സാന്നിധ്യത്തിൽ മൂവ് ചെയ്യുന്നവരെ ഞങ്ങൾ എപ്പോഴും വാച്ച് ചെയ്യും. ഡിസംബറിൽ കയറിയപ്പോ അദ്ദേഹം ഒരു പിക്ചർ ഇട്ട്, കണ്ടവര് കാര്യങ്ങൾ ഉയർത്തിയേ, ഒരു ഈഗിളിന്റെ പിക്ചർ. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കും, ഈഗിൾ ജനറേഷൻ. നമ്മൾ വായിച്ച 2 വാക്യത്തിനകത്ത് ഒരു മനോഭാവം കിടപ്പുണ്ട്, ഒരു ആറ്റിറ്റ്യൂഡ് കിടപ്പുണ്ട്. എന്താ അത്? വെട്ടടാ, പൊട്ടിക്കിളിർക്കും. കെട്ടിയിട്ട് നോക്കടാ, എഴുന്നേറ്റ് നിൽക്കും. പേര് മായ്ച്ചു നോക്കടാ, ഗന്ധം അടിക്കുമ്പോ എഴുന്നേറ്റ് വരും. കുറെ നാളായിട്ട് പിശാചും മനുഷ്യനും ഒരുമിച്ച് അഭിഷേകത്തിന് വേണ്ടി നിൽക്കുന്നവന്റെ പേര് മായിക്ക, അഭിഷേകത്തിന് വേണ്ടി നിൽക്കുന്നവനെ പട്ടുപോകാൻ ഇല്ലട പിശാചേ. ഞങ്ങൾ റെമനന്റ് ജനറേഷനാ. ഈ മെസ്സേജിനകത്ത് ആറ്റിറ്റ്യൂഡ് ഓപ്പൺ ആകണം. എനിക്ക് ചില സമയം അഭിഷേകനെ അങ്ങയുടെ ബോഡി ലാംഗ്വേജ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചില മരണ വീട്ടിൽ അദ്ദേഹത്തിനെ വാച്ച് ചെയ്തിട്ടുണ്ട്. അനുവദിച്ചാൽ എഴുന്നേപ്പിക്കാടാന്ന് പറഞ്ഞോളൂ, അല്ലാതെ എന്നാലും ശോശാമയ്ക്ക് ഗതി വന്നല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുന്നതിന് ഇന്നുവരെ കണ്ടിട്ടില്ല. ഏത് വിഷയത്തിന് മുൻപിലും
കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു മെഗാ ചർച്ചിന്റെ ഒരു പാസ്റ്റർ എന്നോട് സംസാരിച്ചപ്പം ഞാൻ പറഞ്ഞേ, വിശ്വാസമല്ല അകത്ത് കയറണമെങ്കിൽ വിളിച്ചോളാൻ പറഞ്ഞേ. ഞാനൊരു നിങ്ങളോട് ആറ്റിറ്റ്യൂഡ് പറ. ഞാൻ ഈ കരിമരവും കരിവേലകത്തിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഇവന്മാരുടെ പ്രശ്നം, ഇവന്മാർ എത്ര വെട്ടിയാലും ഇവന്മാര് പൊട്ടിക്കളക്കും. ഈ കരിമരവും കരിവേലകവും വെച്ചോണ്ട് ഈ ബൈബിൾ ഇല്ലാത്ത ഒരു വൃക്ഷം കൂടെ ഞാൻ കൊണ്ട് ആഡ് ചെയ്തു. കാവച്ച് തന്നെ, കറിവേപ്പ്. എന്താ കറിവേപ്പിന്റെ പ്രത്യേകത? എന്താ? പുള്ളിക്ക് തലമുറയായിട്ട് അറിയാം എന്നെ ഉപയോഗിക്കും കളയും. എന്നാലും പുള്ളി സാധും നിർത്തിയിട്ടില്ല, മണവും കുറച്ചിട്ടില്ല. അതൊരു ആറ്റിറ്റ്യൂഡാ. ഷാജൻ ഭാഷേ, നമ്മളെ യൂസ് ചെയ്തിട്ട് എടുത്തു കളഞ്ഞ എത്ര കുടുംബങ്ങളുണ്ട്. ഞങ്ങളെ യൂസ് ചെയ്തിട്ട് കളഞ്ഞ ഒത്തിരി കുടുംബങ്ങളുണ്ട്, ഒത്തിരി രാജ്യങ്ങളുണ്ട്, ഒത്തിരി സഭകളുണ്ട്. പക്ഷെ ഞങ്ങൾ ഇന്ന് വരെ ശുശ്രൂഷയുടെ മണവും ഗുണവും കുറച്ചിട്ടില്ല. അത് ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡാ. ആറ്റിറ്റ്യൂഡിന് കൊണ്ടുവരാൻ പറ്റുന്ന 2 ക്രീച്ചേഴ്സ് ഉണ്ട് ബൈബിളിനകത്ത്. അതുകൂടെ പറഞ്ഞ് ശേഷിപ്പിന്റെ ഒരു റെവലേഷനും പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. ഏതാ? നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഏതൊക്കെയാ? ആറ്റിറ്റ്യൂഡ്, മനോഭാവത്തിന് മുന്നിൽ കൊണ്ട് നിർത്താൻ പറ്റുന്ന 2 ക്രീച്ചേഴ്സ്, 2 അനിമൽസ്. ഏതാ? യെസ്, ലയൺ, കഴുകൻ. 4 സുവിശേഷം. ഇനി എന്നെ ശ്രദ്ധിക്കണം. 4 സുവിശേഷത്തിനകത്ത് ക്രിസ്തുവിന്റെ 4 സിംഹത്തിന്റെ മുഖം. തുടക്കം സിംഹത്തിലാ. യോഹന്നാന്റെ സുവിശേഷം ദൈവത്വം, കഴുകന്റെ മുഖം. കാട്ടിലെ ഏറ്റവും വലിപ്പമുള്ള മൃഗം ഏതാ? അടി ഞാൻ തരും. കാട്ടിലെ വലിപ്പമുള്ള മൃഗം ഏതാ? ഉത്തരം പറഞ്ഞ 500 രൂപ ഞാൻ തരും. ആര് പറഞ്ഞാലും 1, 10 വരെ 1, 2, 3, 4, 5. ആരും പറയണ്ട. ഡിനോസറോ? കാട്ടിലെ വലിപ്പമുള്ള മൃഗം ജിറാഫ. ഞാൻ കേട്ടില്ല. കാട്ടിലെ വലിപ്പമുള്ള മൃഗം ഏതാ? 2 ആനയുടെ പൊക്കമുണ്ട് പുള്ളിയുടെ തലയ്ക്ക്. കാട്ടിലെ ശക്തിയുള്ള മൃഗം ആന. കാട്ടിലെ വേഗതയുള്ള മൃഗം, കാട്ടിലെ സൗന്ദര്യമുള്ള മൃഗം കുരങ്ങനോ? മയിൽ ആന്നേ. കാട്ടിലെ സൗന്ദര്യം മയിലിനാ. കാട്ടിലെ ശക്തിയുള്ള മൃഗം ആനയാ. കാട്ടിലെ വലിപ്പമുള്ള മൃഗം ജിറാഫ. കാട്ടിലെ വേഗതയുള്ള മൃഗം പുള്ളിപ്പുലിയാ. പക്ഷെ കാട്ടിലെ രാജാവ് സിംഹമാ. വലിപ്പം കൊണ്ടല്ല, ശക്തി കൊണ്ടല്ല, സൗന്ദര്യം കൊണ്ടല്ല, വേഗത കൊണ്ടല്ല, ഏത് വിഷയത്തോടും അവൻ കാണിക്കുന്ന മനോഭാവമാ. നിങ്ങൾ കണ്ടിട്ടില്ലേ? 10 സിംഹത്തിലെ 20 സിംഹം ഒരുമിച്ച് വന്നാലും തുമ്പിക്കകത്ത് തൂക്കി എറിയാൻ കഴിവുള്ള ആന കൊമ്പൊക്കെ കുലുക്കി വരുമ്പോ സിംഹം പാടാ ഉച്ചക്കത്തെ ലഞ്ച. ഇതാ മനോഭാവം. വലിയ പ്രശ്നം മല പോലെ വരുമ്പോ ഈ മനോഭാവത്തോടെ എഴുന്നേറ്റ് നിൽക്കണം. വീടിന്റെ ഒരു സൈഡിൽ പിശാച് വെട്ടുമ്പോ ചങ്ക് വിരിച്ചു പറഞ്ഞു, വെട്ടടാ, പൊട്ടിക്കിളുക്കും. പലതിനെ കെട്ടിയിടുമ്പോ പറഞ്ഞ, കെട്ടടാ, എഴുന്നേറ്റ് നിൽക്ക. സിംഹത്തിന്റെ ഒരു ഗുണം ഞാൻ പറഞ്ഞു. എപ്പോഴെങ്കിലും മനോഭാവം പ്രസംഗിക്കാൻ ദൈവം നിയോഗം തരുമ്പോൾ ഞാൻ പറയാം. മനോഭാവം, ദൈവമക്കൾക്ക് മനോഭാവം വേണം. സിംഹത്തിന്റെ ഒറ്റ മനോഭാവം ഇതാ: പുള്ളി ശക്തിയിൽ വലിയവനല്ല, ബുദ്ധിയിൽ വലിയവനല്ല. ബുദ്ധി ആനയ്ക്കാ കൂടുതൽ,
ശക്തിയിൽ വലുതല്ല, ബുദ്ധിയിൽ വലുതല്ല, വേഗത്തിൽ വലുതല്ല, സൗന്ദര്യത്തിൽ വലുതല്ല, ഒരിക്കലും സിംഹം വലുതല്ല. പക്ഷേ വിഷയത്തോട് അവൻ കാണിക്കുന്ന അവന്റെ ആറ്റിറ്റ്യൂഡ് അവനെ രാജാവാക്കി. ഇനി കഴുകന്റെ പ്രത്യേകത എന്നാന്നറിയാവോ? നിങ്ങൾ ഇന്നു വരെയെങ്കിലും കണ്ടിട്ടുണ്ടോ കഴുകൻ താഴെ നിന്ന് എന്തിനോടെങ്കിലും പോരാടുന്നേ? കണ്ടിട്ടുണ്ടോ? ഒരിക്കൽ പോലും കഴുകൻ താഴെ നിന്ന് തന്റെ ശത്രുക്കളോട് അടിക്കാറേ ഇല്ല. കാരണം കഴുകൻ ഒരിക്കലും ശത്രുവിന്റെ തലത്തിൽ പോയി അടിക്കത്തില്ല, ശത്രുവിനെ അവന്റെ തലത്തിൽ കൊണ്ടുപോകും. എന്താ പ്രശ്നമെന്നറിയാവോ? താഴെ നിൽക്കുമ്പോ ശത്രുവിന് ബലവാ, പക്ഷെ ഇവനെ പൊക്കിയെടുത്ത് കഴുകന്റെ തലത്തിൽ കയറ്റിയ പിശാചിന്റെ ബാലൻസ് തെറ്റും. ഒന്നുകൂടെ പറയാം, ഒരു യഥാർത്ഥ ആത്മീകൻ പിശാചിനോട് ആത്മതലത്തിൽ നിന്ന് പോരാടണം, അവിടെ അവന്റെ ബാലൻസ് തെറ്റും. കഴുകന്റെ ഒരു പ്രത്യേകത അതാ. കഴുകൻ ചുമ്മാതെ കിടന്ന് പാമ്പിനോടും കീരിയോടൊന്നും അവിടെ കിടന്ന് എന്ത് ചെയ്യത്തില്ല, നൈസായിട്ട് കൊത്തിയെടുത്തങ്ങ് മേളിപ്പോവും. കാരണം ഇവിടെ അവന് ശക്തിയാ, പക്ഷെ ആ മേളി കയറിയ കൺട്രോൾ കഴുകന്റെ ഇല്ല. ഒരു ദൈവ പൈതല്, ഒരു ആത്മികൻ എപ്പോഴും വിഷയങ്ങളെ താഴെയിട്ട് കൈകാര്യം ചെയ്യരുത്, ആത്മതലത്തിൽ കയറിക്കോളാം. അവിടെ നിന്റെ കയ്യിലെ ബാലൻസ്. ഇന്ന് പകലിൽ എവിടൊക്കെയോ ചില ടാർഗറ്റുകൾ പൊളിയുക. കഴുകന്റെ അടുത്തൊരു പ്രത്യേകതയുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഈ മഴമേഘം കാണുമ്പോൾ എല്ലാ കിളികളും എവിടെ ചെന്ന് കയറും? കൂട്ടിച്ചെന്ന് കയറും. എവിടെ ചെന്ന് കയറും? കഴുകൻ മാത്രം ഒറ്റ പ്രശ്നമുണ്ട്, പുള്ളി മഴമേഘം കണ്ട പുള്ളിയുടെ സ്വഭാവം അങ്ങ് മാറും. പുള്ളി പിന്നെ അടുത്ത ചെയ്യുന്നതിന് ഈ മേഘത്തിന്റെ മേളിൽ കയറും. ഈ പ്രശ്നം വരുമ്പോ കൂട്ടിക്കയറുന്നവനല്ല, പ്രശ്നം വരുമ്പോ അതിന്റെ മീതെ കയറി നിന്നിട്ട്. ഡെലിവറൻസിനകത്ത് ഞാനത് പറയണ്ട, നിങ്ങളുടെ അഭിഷക്തനെ പോലെ അത്രയും മാതൃക ആരുമില്ല. ഇന്ന് പകലിലൊരു ആറ്റിറ്റ്യൂഡ് പറ, പിശാചിനോട് പറ, വെട്ടടാ, പൊട്ടി കിളിർത്ത് കാണിച്ചു തരാം. ഞാൻ ഒരു പദം ശേഷിപ്പിനെ കുറിച്ച് ഒരു 16 നോട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. ശേഷിപ്പിന്റെ പ്രത്യേകത ഉൽപ്പത്തി മുതൽ മലാക്കി വരെയും, മലാക്കി മുതൽ മത്തായി മുതൽ വെളിപ്പാട് വരെയും എല്ലാ പുസ്തകത്തിനകത്തും ദൈവം ഡോട്ട് ചെയ്തിട്ട് ശേഷിപ്പ്. എന്താണ്? എല്ലാ പുസ്തകത്തിലും ദൈവം എന്ത് ചെയ്തിട്ടു? ശേഷിപ്പ്. ശേഷിപ്പിനെ കുറിച്ച് എന്നാലും 5 മിനിറ്റ് കൊണ്ട് ഞാനും ഉണ്ട്. എന്നാലും 2-3 വാക്കിലൊരു കാര്യം പറയാം, അത് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. നിങ്ങൾ എടുക്കണ്ട, നിങ്ങൾ നിന്ന് തന്നെ കേട്ടാൽ മതി. വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും ശേഷിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ശേഷിപ്പിന്റെ മേൽ നടക്കുന്ന 2-3 കാര്യം പറയാം. അതിനകത്ത് 1-2 കാര്യം ഇതാണ്. മീക പ്രവചനം 5:3 പറഞ്ഞ് ശേഷിപ്പ് മടങ്ങി വരും. എല്ലാവരും പറ, ശേഷിപ്പ്. നിങ്ങൾ റമനൻ ജനറേഷൻ അല്ലേ? മടങ്ങി വരും. എന്തിലേക്ക് മടങ്ങി വരും? ദൈവം ആക്കിയതിലേക്കെല്ലാം നിങ്ങൾ മടങ്ങി വരും. തീർന്നില്ല. ഹഗായി പ്രവചനം 1:14 പറഞ്ഞ് ശേഷിപ്പിന്റെ മനസ്സ് ദൈവം ഉണർത്തും. ഓ, തീർന്നില്ല. അയ്യോ, അടുത്ത വാക്യത്തിന് കസരയുടെ മണ്ട കയറി നിൽക്കണം. അടുത്ത വാക്യം ഏതാണെന്ന് യെശയ്യാ പ്രവചനം 11:16 പറയുക, ശേഷിപ്പിന് പെരുവഴി ഉണ്ടാകും. ഞാൻ ഹഗ്ഗായി 2:3 പറയാം. ശേഷിപ്പാണോ നീ കർത്താവിന്റെ മഹത്വം കണ്ടിരിക്കും. ഞാൻ ഒരൊറ്റ വെളിപ്പാട് പറയാൻ പോവാ, പ്രാർത്ഥിക്കാൻ പോവാ. ഒറ്റ വെളിപ്പാട് പറയാൻ പോവാ. സമയം പോയത് ഞാനും പറഞ്ഞില്ല, നിങ്ങൾ പറഞ്ഞില്ല. ഒരൊറ്റ വെളിപ്പാട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. എല്ലാ കാലഘട്ടത്തിലും ദൈവത്തിനൊരു റമനൻ ജനറേഷൻ ഉണ്ടായിരുന്നു. എന്താ? ഞാൻ 2021 അവസാന മാസം, നവംബർ മാസം ഡിസംബർ മാസത്തിലാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു
കൊട്ടാരക്കര ടിനിപ്പാസ്റ്റർ ചർച്ചിൽ ഇത് പ്രസംഗിച്ച് ഞാൻ ആദ്യത്തെ 10 മിനിറ്റ് പ്രസംഗിച്ചത് മാത്രമേ എന്നെ ഓർമ്മയുള്ളൂ. പിന്നെ അവരെന്നെ പുറകെ കൂടെ എടുത്തുകൊണ്ട് പോയി. കാരണം അവിടെ ഈ അഭിഷേകം ഉള്ളിടത്തെ ജനം അങ്ങനെ. നിങ്ങളിപ്പോൾ എനിക്കൊന്ന് അവരെയൊക്കെ വെല്ലുന്നു. കാരണം ട്രെയിനിങ്ങിൻ്റെയാ. എല്ലാ കാലഘട്ടത്തിലും ദൈവത്തിന് എന്തുണ്ട്? ഉൽപ്പത്തി പുസ്തകം നോക്കിക്കോ. ന്യായവിധിയുടെ വെള്ളം മുങ്ങിപ്പൊങ്ങി സകലതിനെ മുടിച്ചു പോകുമ്പോഴും ഒരു പെട്ടകത്തിനകത്ത് 8 എണ്ണം. മിസ്രൈമിൽ 6 ലക്ഷം പുരുഷന്മാർ ഇറങ്ങി 5,99,998 എണ്ണത്തിന് മിസ്രൈം എന്ന അല്ലെങ്കിൽ മരുഭൂമി എന്ന മണ്ണ് വിഴുങ്ങിയപ്പോൾ അവിടെ നിന്ന് 2 എണ്ണം യോശുവയും കാലേബും ശേഷിപ്പ്. നിങ്ങൾ മുൻപോട്ട് വായിച്ചു കയറി നോക്ക്. എല്ലാ കാലഘട്ടത്തിലും ദൈവത്തിന് തൊടാൻ ഒരു ശേഷിപ്പുണ്ടായിരുന്നു. ഞാനൊരു വെളിപ്പാട് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോകുക. കാരണം ഈ സഭയ്ക്കകത്ത് അത് പറയണമെന്ന് ദൈവം എന്നോട് പറയും. ന്യായവിധിയുടെ വെള്ളം എത്ര ദിവസമാണ് പൊങ്ങിയത്? 365 ദിവസം, 1 മാസം, ചില ദിവസം. എത്ര? 1 വർഷം, 1 മാസം ന്യായവിധിയുടെ വെള്ളം പർവ്വതത്തിന്റെ മുകളിൽ വരെ കടന്നു. വെള്ളം കുറയുന്നു എന്ന് കണ്ടപ്പോൾ നോഹ പെട്ടകത്തിനകത്തൂന്ന് പക്ഷികളെ പറത്തിവിട്ടു. ആദ്യം ഒരു പക്ഷിയെ പറത്തിവിട്ടു. അത് പോയ വഴിക്ക് എന്ത് ചെയ്തു? പക്ഷെ രണ്ടാമതൊരു പക്ഷിയെ പറത്തിവിട്ടു. ആ പക്ഷി പെട്ടകത്തിൽ നിന്ന് പറന്നിറങ്ങി. ഇരിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട്, മുഴുവൻ വെള്ളത്താൽ മൂടപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് ആ പക്ഷി തിരിച്ചു പെട്ടകത്തിലേക്ക് കയറി വന്നു. വീണ്ടും ചില ദിവസം കഴിഞ്ഞപ്പോൾ നോഹ ഒരു പക്ഷിയെ പറഞ്ഞു വിട്ടു, പ്രാവിനെ. ആ പ്രാവിങ്ങനെ പറന്ന് ഭൂമി മുഴുവൻ ചുറ്റുകയാണ്. ആ പറന്നിറങ്ങുന്ന പ്രാവിനോട് ചോദിച്ചേ, എന്താ നോക്കുന്നേ? ആ പ്രാവ് പറയും, പെട്ടകത്തിൽ ഇരിക്കുന്നവനെ പുറത്തിറക്കാൻ ഒരടയാളം ഉണ്ടോ എന്ന് നോക്കുക. സാധനം ഭാഷ ഇത് വായിക്കുമ്പോൾ എൻ്റെ അകം തിളച്ചു. കാരണം എന്താണെന്നറിയാവോ? രണ്ടാമത് പറന്നിറങ്ങിയ പ്രാവ് തിരിച്ച് നോഹയുടെ പെട്ടകത്തിൽ കയറുമ്പോ നോഹയുടെ കയ്യിൽ ഒരു പച്ച ഒലിവിന്റെ ഇല. ഇവിടെ ഈ ദൂതിനെ പിടിച്ചോണം. നോഹയുടെ കയ്യിൽ ഒരു പച്ച ഒലിവിന്റെ ഇല. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ന്യായവിധിയുടെ വെള്ളം 365.1 മാസം ചില ദിവസം പൊങ്ങിക്കിടന്നിട്ടും അടുത്ത തലമുറയ്ക്ക് കൈമാറാ പ്രാവിന്റെ ചുണ്ടിൽ കയറിയ ഒരു പച്ച ഒലിവില്ലേ, അത് ന്യായവിധിയുടെ വെള്ളത്തെ അതിജീവിച്ചൊരു ശേഷിപ്പായിരുന്നു. ഞാനത് കുറച്ചുകൂടെ ഒന്ന് പറയാതെ എങ്ങനെ പ്രസംഗം നിർത്തും? നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ ആ പ്രാവ ഇലയും കൊണ്ട് പോകുന്ന കണ്ടപ്പം? ഇവിടെ 365 ദിവസം പർവ്വതത്തിന്റെ മുകളിൽ വെള്ളം കടന്നിട്ടും അടുത്ത തലമുറയ്ക്ക് അടയാളം കൊടുക്കാൻ 365 ദിവസം വെള്ളത്തിൽ മുങ്ങിക്കിടന്നിട്ടും വേര് പട്ടു പോകാതെ അതാ ശേഷിപ്പ്. നിങ്ങൾക്കറിയാവോ, ദേവദാരുവായിരുന്നെങ്കിൽ എനിക്ക് വിഷമമില്ല, കതിരമരമായിരുന്നേലും കുഴപ്പമില്ല. എടാ ഇത് ഒലിവിന്റെ പ്രശ്നം എന്നാ? അകത്തെണ്ണയാ. എടാ എണ്ണയുള്ളത് 2 ദിവസം വെള്ളത്തിൽ കിടന്ന. എടാ അത് ലോകത്തിന്റെ ജ്ഞാനം. അകത്തെണ്ണയുള്ളവൻ 365 ദിവസം. പിടി കിട്ടിയെങ്കിൽ എഴുന്നേക്ക, പിടി കിട്ടിയെങ്കിൽ സ്തുതിക്ക. ഇന്ന് പകലിൽ ആരുടെയൊക്കെയോ ഈ പകല് ഒന്നിനും മുക്കിക്കളയാൻ പറ്റത്തില്ല. നിന്റെ ചുറ്റും 1000 പേര് വീട്, നിന്റെ ചുറ്റും 10,000 പേര് വീട്, എന്നാലും നിന്നോട് അടുക്കാതെ വന്ന്
ന്യായവിധിയുടെ വെള്ളത്തെ ജയിച്ചു നിന്ന ഒരു ഒലിവിനെ പോലെ ഇന്ന് പകല് കോട്ടയം ഡെലിവറൻസിനകത്ത് ആരൊക്കെയോ ചിലതിനെ ജയിച്ച് ശേഷിപ്പെന്ന പദത്തിന് 3 അർത്ഥമാ. ഞാൻ ആദ്യം പറയേണ്ട അവസാനമാ പറയുന്നത്. ശേഷിപ്പെന്ന പദത്തിന് 3 അർത്ഥമാ. തീർന്ന് മെസ്സേജ് നിർത്തുവാ. 1 അടയാളപ്പെടുത്തിയവർ, 2 വേർതിരിച്ച് നിർത്തിയവർ. ഈ 2 എണ്ണമല്ല എനിക്കിഷ്ടം സാധനം, പക്ഷേ അവസാനത്തെ അർത്ഥം എനിക്കിഷ്ടം. ഓവർകം ചെയ്തവർ. ഈ ഒലിവിനോട് ചോദിച്ചേ എന്താ? ഒലിവ് പറയും 365 ദിവസം ഈ വെള്ളത്തിനകത്ത് എന്റെ മേളിൽ കൂടെ പല വൻമരങ്ങളും പിഴുതുപോയി, പല വൻമരങ്ങളും വന്നെന്നെ അടിച്ചു, വലിയ വേര് ആഴത്തിൽ വേരുപോയ പലതും ഈ വെള്ളത്തിനകത്ത് കടപിഴുകിപ്പോയി. പക്ഷെ ഞാൻ ഈ വെള്ളത്തിൽ നിന്നു. ഇന്ന് പകല് വെട്ടിയാലും പൊട്ടിക്കിളിർക്കുന്ന, കെട്ടിയിട്ടാലും എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു റെമനന്റ് ജനറേഷൻ. ആ കരകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഇന്ന് പകലിൽ പ്രാർത്ഥിക്കാൻ പോകുക. ഇന്ന് പകലിൽ പ്രാർത്ഥിക്കാൻ പോകുക. ആ പച്ച ഒലിവ് നിന്നതുപോലെ. എൻ്റെ അപ്പനൊരു കൃഷിക്കാരനായതുകൊണ്ട് ഇന്ന് രാവിലെ പുള്ളി കളയ്ക്കാൻ പോകുന്ന കണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ വണ്ടിക്കകത്ത് യാത്ര ചെയ്ത ദൈവാസൻ എന്നോട് ഒരു കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഈ കാണുന്ന തെറ്റപ്പൊക്കെ ഉള്ളു. അപ്പനിപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ ഒരിക്കലോടത്ത് പ്രസംഗിച്ച ഒരാൾ വന്ന് എന്നോട് ചോദിച്ചു, ദുബൈയിൽ ഈന്തപ്പനയുടെ ചവിടാണോ കളിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, ദുബൈയിൽ ഈന്തപ്പനയുടെ ചവിടല്ല കളിക്കുന്നത്, കരവാളൂർ മാത്തുക്കുടിച്ചാൻ്റെ വീടിൻ്റെ തെങ്ങിൻ്റെ ചവിടും, വിളിക്കുന്നവരുടെ വീട്ടിലെ വീട്ടുവേല ജോലി, ഈ എല്ലാം ചെയ്യുന്ന ഇന്നും കിളയ്ക്കാൻ പോകുന്ന ആരോഗ്യമുള്ള ഒരപ്പൻ്റെ മോന. 9ാം ക്ലാസ്സിൽ പഠിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് 144 പത്രം എറിഞ്ഞ മനുഷ്യനാ പ്രസംഗിക്കുന്നത്. പുനലൂരു ലക്ഷ്മി എന്ന് പറഞ്ഞ റബ്ബർ കടയിൽ ഷീറ്റ് കഴുകാനും കഴുകിയ ഷീറ്റ് എടുത്ത് പുകപ്പുരക്കകത്ത് വിരിക്കാനും പോയ മനുഷ്യനാ പ്രസംഗിക്കുന്നത്. ഒറ്റ കാരണമാ, വെട്ടിയാലും പൊട്ടി കിളിർക്കും. ഇന്ന് പകൽക്കാലം നീ നിന്റെ തലമുറയെ നോക്കി ആത്മാവിൽ പ്രവചിക്ക. നീ നിന്നോട് തന്നെ പ്രവചിക്ക. നിന്റെ വീട്ടിനകത്ത് നീ വചനം വിതയ്ക്ക. നിന്നെ എടുത്ത് മാനിക്കുന്ന ഒരു ദൈവത്തിന് മുൻപിലാ നീ നിൽക്കുന്നത്. എന്റെ 20ാമത്തെ വയസ്സിലാ ഞാൻ 10 കിലോമീറ്ററിനപ്പുറം യാത്ര ചെയ്യുന്നത്. എൻ്റെ 21ാമത്തെ വയസ്സിലാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാറി കയറുന്നത്. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? എൻ്റെ 18 വയസ്സ് വരെയും ഞാൻ ആരെങ്കിലും ഇട്ടിട്ടതൊന്ന് ഉടുപ്പും പാൻറ്റും ഇട്ടിട്ടുള്ളത്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, വെട്ടിയാലും എനിക്കിന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, ഈ ഇന്ത്യക്കകത്തെ മുഴുവൻ ആൾക്കാരുടെ കൂടി എന്നെ കെട്ടിയാലും എന്നോട് ഒരിക്കൽ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അകത്ത് ദൈവം പറഞ്ഞാണോ എൻ്റെ അകത്ത് വന്നതാണോ എന്ന് അറിയത്തില്ല. എന്നോട് പറഞ്ഞ, കേരളം നിന്റെ മുമ്പിൽ പിശാച് അടച്ചാൽ ഞാൻ തമിഴ്നാട് തുറക്കും. തമിഴ്നാട് അടച്ച 29 സ്റ്റേറ്റ് തുറക്കും. 29 സ്റ്റേറ്റ് അടച്ചാൽ ഞാൻ 210 രാജ്യം തുറക്കും. എന്റെ ദൈവം ആരാ? ഒരു ഒലിവ് വൃക്ഷത്തെ ന്യായവിധിയുടെ വെള്ളത്തിൽ പറഞ്ഞു പോകാതെ, മുങ്ങി നിന്നിട്ടും അഴുകിപ്പോകാതെ പറ, ഞാനൊരു റെമനന്റാ. അതുകൊണ്ട് എത്ര മുങ്ങി നിന്നാലും അഴുകത്തില്ല. പിടിക്കുന്ന പകലി ദൂതിനെ, ഇന്ന് പകലി ദൂതിനെ പിടിക്ക. നീ വാരി വിതറി ദരിദ്രർക്ക് കൊടുക്കും. നീ വായ്പ വാങ്ങിക്കത്തില്ല. നീ വാരി വിതറി ദരിദ്രർക്ക് കൊടുക്കും. നിന്റെ തലമുറ നശിക്കത്തില്ല.
എന്റെ ജനം ഒരു നാളും കണ്ണുകളടച്ച് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിയാണ്. ഞാൻ എവിടെ പോയാലും കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഈ 14 വർഷത്തിന്റെ ഇടയിൽ എൻ്റെ അകത്ത് നീ പകർന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ ജനത്തിന്റെ മേൽ റിലീസ് ചെയ്യണം. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് ഇതിനകത്ത് ചിലതിന്റെ ഫിനാൻസിന്റെ കെട്ട് അടുത്ത ശുശ്രൂഷയുടെ ഒരു അടുത്ത റേഞ്ചിലേക്ക് കയറാൻ ഒരു അഭിഷേകം കൊതിക്കുന്നവരെല്ലാം കൊതിക്കുന്നുണ്ടെങ്കിൽ മാത്രം മുമ്പോട്ട് കയറി വരാം. ഞാൻ നിർത്താൻ പോവുക. എനിക്കറിയാം അസാധാരണമായ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം. നിങ്ങൾ വീട്ടിൽ പോയി ചുമ്മാതൊന്ന് ധ്യാനിക്കണേ. 1 വർഷം 1 മാസം എണ്ണ കൊടുക്കുന്നൊരു ഒലിവ് എങ്ങനെ ന്യായവിധിയുടെ വെള്ളത്തെ ജയിച്ചു നിന്നു. അതൊരു ശേഷിപ്പായിരുന്നു. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം. എനിക്ക് ശേഷിപ്പിനെ കുറിച്ച് ഒത്തിരി പറയണമെന്നുണ്ട്. പക്ഷേ ഈ പകലിൽ ഞാൻ ഇതിനകത്ത് പറയുന്നു, നിങ്ങളൊരു ശേഷിപ്പ, നിങ്ങളുടെ തലമുറ ഒരു ശേഷിപ്പ. ആ കരങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തിയാട്ടെ. ശുശ്രൂഷകന്മാരുടെ മേൽ ഒരു അസാധാരണമായ കൈമാറ്റം. നിങ്ങളുടെ പാഷനാണ് നിങ്ങളെ എന്തെങ്കിലും ആക്കുന്നേ. ഞാൻ നിങ്ങളോട് ഒറ്റ വാക്ക് പറയാം. ഒരു വീട് കിട്ടിയാൽ നിങ്ങൾ സംതൃപ്തിപ്പെട്ടോണം. ഒരു കാറ് കിട്ടിയാൽ, ദൈവം ഒരു ഭാര്യയെ തരുമ്പോൾ, ദൈവം മക്കളെ തരുമ്പോൾ, നിങ്ങളുടെ ലൈഫിൽ ഒരിക്കൽ പോലും നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ സംതൃപ്തി ഉണ്ടാകരുത്. ഓരോ ദിവസവും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പുതിയത് പ്രാപിക്കണം. ദൈവം എപ്പോഴെങ്കിലും എനിക്ക് അവസരം തരുവാണെങ്കിൽ ഞാൻ നിങ്ങളോടൊരു മെസ്സേജ് പ്രസംഗിക്കും. ഡേവിഡ് ജനറേഷൻ, ദാവീദിന്റെ തലമുറ. ദാവീദേ, എന്തായിരുന്നു നിന്റെ പ്രത്യേകത? അവൻ പറയും, എല്ലാം ഉണ്ടെങ്കിലും സാന്നിധ്യമില്ലാതിരിക്കുമ്പോ ഞാൻ അസ്വസ്ഥന. ഇന്ന് പകൽ ഏതൊക്കെയോ കുഞ്ഞുങ്ങളെ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ കാണുകയാ. ചില ശരീരങ്ങളുടെ മേൽ, തലമുറകളുടെ മേൽ, ശുശ്രൂഷകന്മാരുടെ മേൽ ഈ പകലിൽ യഹോവയുടെ ശക്തി. ഞാൻ അഭിഷക്തന്മാരോടൊരു പ്രവചന ശബ്ദം പറയട്ടെ. എന്നോട് പരിശുദ്ധാത്മാവ് പറയാൻ പറയുന്നൊരു വേർഡ് പെട്ടെന്ന് എന്റെ അകത്ത് കയറി വരികയാ. ഇന്ന് മുതൽ, ഈ സെക്കൻഡ് മുതൽ നീ വാ തുറക്കുമ്പോ യഹോവയുടെ വചനം നിന്റെ വായിൽ തീയും. നിന്റെ മുൻപിലിരിക്കുന്ന ജനം വിറകുമായി മാറാൻ പോവുക. അതിനെ റിസീവ് ചെയ്യുന്നവർ ഒരുമിച്ച് യെസ്. ഓ, ചില ശരീരങ്ങളുടെ മേൽ, ശുശ്രൂഷകന്മാരുടെ മേൽ അസാധാരണമായ ഒരു ദൈവത്തിന്റെ ഗ്ലോറി. യെസ് 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 യെസ്. ശുശ്രൂഷകന്മാരുടെ മേൽ യെസ് ഒരു ദൈവത്തിന്റെ ഗ്ലോറി. യെസ്. പ്രാപിക്ക. ചില ശരീരങ്ങളുടെ മേലെ ദൈവശക്തി വീഴട്ടെ. യേശുവിന്റെ നാമത്തിൽ. യെസ് യെസ്
ഈ പകലിൽ വീഴട്ടെ 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 വീഴട്ടെ